നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം സുസ്വാഗതം. നാരായണ. ദശമസ്കന്ധത്തിലെ 46-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ സന്ദേശവാഹകനായി നന്ദഗോപരെയും യശോദയെയും ഗോപികമാരെയും എല്ലാം ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഏറ്റവും യോഗ്യനായിട്ടുള്ള ബുദ്ധിസത്തമനായ ഭഗവാന്റെ മന്ത്രിയും സഖാവും എല്ലാമായിട്ടുള്ള ഭഗവാന്റെ ഉത്സവമൂർത്തി എന്ന് പറയാവുന്ന ആ ഉദ്ധവനെ ഭഗവാൻ ഗോകുലത്തിലേക്ക് അയക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ രാവിലെ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഉദ്ധവൻ ഗോകുലത്തിലെത്തി. ഇനി നന്ദഗോപരുടെ കുശലപ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണാൻ പോകുന്നതായിട്ടുള്ള ഭാഗം. അന്ന് രാത്രി നന്ദഗോപരുമായി സംഭാഷണം ചെയ്ത് ഉദ്ധവൻ കഴിച്ചു കൂട്ടുന്നത് വർണ്ണിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഗോപികമാരെല്ലാം അറിയുന്നുള്ളൂ, ഇങ്ങനെ ആരോ വന്നിട്ടുണ്ട്. അക്രൂരൻ തന്നെയാണോ? ഒരിക്കൽ രാമകൃഷ്ണന്മാരെ നമ്മുടെ ഇന്ന് തട്ടിക്കൊണ്ടുപോയ ആ കള്ളൻ അക്രൂരൻ വീണ്ടും വന്നിട്ടുണ്ടോ? ഇനി എന്താ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ആരംഭിക്കുന്നു. പിന്നെ മനസ്സിലാക്കുന്നത് ഭഗവാനുമല്ല അക്രൂരനുമല്ല ഉദ്ധവൻ എന്ന ദൂതനാണെന്ന്. അത് അടുത്ത അധ്യായത്തിലാണ് അവരുടെ ആ കൃഷ്ണനോടുള്ള പരിഭവമെല്ലാം ഉദ്ധവന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഏറ്റവും ഗോപികമാരുടെ ആ ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതാണ്. എന്തായാലും 46, 47 2 അധ്യായങ്ങളിലൂടെ ഉദ്ധവദൂതാണ് നമുക്ക് വായിക്കാം. എന്നിട്ട് തുടരാം. 15 ശ്ലോകങ്ങൾ രാവിലെ വ്യാഖ്യാനിച്ചു. തുടർന്നുള്ള ശ്ലോകങ്ങളാണ് കാണേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 46-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. വൃഷ്ണീനാം പ്രവരോ മന്ത്രി കൃഷ്ണസ്യ ദയിതഃ സഖാ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാദുദ്ധവോ ബുദ്ധിസത്തമഃ. തമാഹ ഭഗവാൻ പ്രേഷ്ഠം ഭക്തമേകാന്തിനം ക്വചിത് ഗൃഹീത്വാ പാണിനാ പാണിം പ്രപന്നാർത്തിഹരോ ഹരിഃ. ഗച്ഛോദ്ധവ വ്രജം സൗമ്യ പിത്രോർനൗ പ്രീതിമാവഹ. ഗോപീനാം മദ്വിയോഗാധിം മത്സന്ദേശൈർവിമോചയ. താമന്മനസ്കാമത്പ്രാണാഃ മദർത്തെ ത്യക്തദൈഹികാഃ. മാമേവ ദയിതം പ്രേഷ്ഠം ആത്മാനം മനസാഗതാഃ. യേ ത്യക്തലോകധർമാശ്ച മദർത്ഥേ താൻ വിഭർമ്യഹം. മയി താഃ പ്രേയസാം പ്രേഷ്ഠേ ദൂരസ്ഥേ ഗോകുലസ്ത്രിയഃ. സ്മരന്ത്യോംഗവിമുഹ്യന്തി വിരഹ ഉത്കണ്ഠ്യവിഹ്വലാഃ. ധാരയന്ത്യതികൃത്സ്രേണ പ്രായഃ പ്രാണാൻ കഥഞ്ചന
പ്രത്യാഗമന സന്ദേശൈർവല്ലഭ്യോ മേ മദാത്മികാഃ. ശ്രീശുക ഉവാച ഇത്യുക്ത ഉദ്ധവോ രാജൻ സന്ദേശം ഭർത്തുരാദൃതഃ. ആദായ രഥമാരുഹ്യ പ്രയയൗ നന്ദഗോകുലം. പ്രാപ്തോ നന്ദവ്രജം ശ്രീമാൻ നിമ്ലോചതി വിഭാവസൗ. ഛന്നയാനഃ പ്രവിശതാം പശൂനാം ഖുരരേണുഭിഃ. വാസിതാർത്തയഭിയുദ്യദ്ഭിഃ നാദിതം ശുഷ്മിഭിർവൃഷൈഃ. ധാവന്തീഭിശ്ച വാസ്രാഭിഃ ഊദോബാരൈഃ സ്വവത്സകാൻ. ഇതസ്തതോ വിലംഗദ്ഭിഃ ഗോവത്സൈർമണ്ഡിതം സിതൈഃ. ഗോദോഹ ശബ്ദാഭിരവം രേണൂനാം നിസ്വനേന ച. ഗായന്തീഭിശ്ച കർമാണി ശുഭാനി ബലകൃഷ്ണയോഃ. സ്വലംകൃതാഭിർഗോപീഭിഃ ഗോപൈശ്ച സുവിരാജിതം. അഗ്ന്യർക്കാദിതി ഗോവിപ്ര പിതൃദേവാർച്ചനാന്വിതൈഃ. ധൂപദീപൈശ്ച മാല്യൈശ്ച ഗോപാവാസൈർമനോരമം. സർവതഃ പുഷ്പിതവനം ദ്വിജാളികുലനാദിതം. ഹംസകാരണ്ഡവാഗീർണൈഃ പദ്മഷണ്ഡൈശ്ച മണ്ഡിതം. തമാഗതം സമാഗമ്യ കൃഷ്ണസ്യാനുചരം പ്രിയം. നന്ദഃ പ്രീതഃ പരിഷ്വജ്യ വാസുദേവധിയാർച്ചയത്. ഭോജിതം പരമാന്യേന സംവിഷ്ടം കശിപൗ സുഖം. ഗതശ്രമം പര്യപൃച്ഛത് പാദസംവാഹനാദിഭിഃ. കച്ചിദംഗ മഹാഭാഗ സഖാനഃ ശൂരനന്ദനഃ. ആസ്തേ കുശല്യപത്യാദ്യൈർയുക്തോ മുക്തഃ സുഹൃദ്വൃതഃ. ദിഷ്ട്യാ കംസോ ഹതഃ പാപഃ സാനുഗഃ സ്വേന പാപ്മനാ. സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടി യഃ സദാ. അവിസ്മരതി നഃ കൃഷ്ണോ മാതരം സുഹൃദഃ സഖീൻ. ഗോപാൻ വ്രജം ചാത്മനാദം ഗാവോ വൃന്ദാവനം ഗിരിം. അപ്യായാസ്യതി ഗോവിന്ദഃ സ്വജനാൻ സകൃത് ഈക്ഷിതും. തർഹി ദ്രക്ഷ്യാമ തദ്വക്രം സുനസം സുസ്മിതേക്ഷണം. ദാവാഗ്നേർവാദവർഷാച്ച വൃഷസർപ്പാച്ച രക്ഷിതാഃ. ദുരത്യയേഭ്യോ മൃത്യുഭ്യഃ കൃഷ്ണേന സുമഹാത്മനാ. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാഭംഗനിരീക്ഷിതം. ഹസിതം ഭാഷിതം ചാംഗ സർവാനഃ ശിഥിലാക്രയാഃ. സരിച്ഛൈലവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ. ആക്രീഡാൻ ഈക്ഷമാണാനാം മനോ യാതി തദാത്മതാം. മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്തൗ ഇഹ സുരോത്തമൗ. സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യഥാ. കംസം നാഗായുധപ്രാണം മല്ലൗ ഗജപതിം തഥാ. അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാദിഭഃ. താലത്രയം മഹാസാരം ധനുർയഷ്ടിം ഇവ ഇബരാട്. ബഭഞ്ജയേന ഹസ്തേന സപ്താഹമദധാദ്ഗിരിം. പ്രലംബോധേനുഗോരിഷ്ടസ്തൃണാവർത്തോ ബഗാദയഃ. ദൈത്യാഃ സുരാസുരജിതോ ഹതായേനേഹ ലീലയാ. ശ്രീശുക ഉവാച ഇതി സംസ്മൃത്യ നന്ദഃ കൃഷ്ണാനുരക്തധീഃ. അത്യുൽകണ്ഠോ ഭവത്തൂഷ്ണീം പ്രേമ പ്രസരവിഹ്വലഃ. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച. ശൃണ്വന്ത്യശ്രൂണി അവാസ്രാക്ഷീത സ്നേഹസ്നുതപയോധരാ. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോഃ. വീക്ഷ്യാനുരാഗം പരമം നന്ദം ആഹ ഉദ്ധവോ മുദാ. ഉദ്ധവ ഉവാച യുവാം ശ്ലാഘ്യതമൗ നൂനം. ദേഹിനാമിഹ മാനദ നാരായണേ അഖില ഗുരൗ യത്കൃതാമതിരീദൃശീ. ഏതൗ ഹി വിശ്വസ്യ ച ബീജയോനി. രാമോ മുകുന്ദഃ പുരുഷഃ പ്രധാനം. അന്വീയഭൂതേഷു വിലക്ഷണസ്യ ജ്ഞാനസ്യ ചേഷാദൈമൗ പുരാണൗ. യസ്മിൻ ജനഃ പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യ മനോ വിശുദ്ധം. നിർഹൃത്യ കർമാശയമാശു യാതി പരാം ഗതിം ബ്രഹ്മമയോർക്കവർണഃ. തസ്മിൻ ഭവന്തൗ അഖിലാത്മഹേതൗ നാരായണേ കാരണമർത്യമൂർത്തൗ. ഭാവം വിദത്താം നിതരാം മഹാത്മൻ. കിം വാവശിഷ്ടം യുവയോ സുകൃത്യം.
ആഗമിഷ്യത്യദീർഘേണ കാലേന വ്രജമച്യുതഃ പ്രിയം വിദാസ്യത്തെ പിത്രോഃ ഭഗവാൻ സാത്വതാം പതിഃ ഹത്വാ കംസം രംഗമധ്യേ പ്രതീപം സർവസാത്വതാം യഥാഹവഃ സമാഗത്യ കൃഷ്ണഃ സത്യം കരോതി തത് മാ ഖിദ്യതം മഹാഭാഗൗ ദ്രക്ഷ്യത കൃഷ്ണമന്ദികേ അന്തർഹൃദി സഭൂതാനാം ആസ്തേ ജ്യോതിരിവൈധസി ന ഹ്യസ്യാസ്തി പ്രിയ കശ്ചിത് നാപ്രിയോ വാസ്തി അമാനിനഃ നോത്തമോ നാധമോ നാപി സമാനസ്യാസമോപി വാ ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാദയഃ നാത്മീയോ ന പരശ്ചാപി ന ദോഹോ ജന്മയേവ ച ന ദേഹോ ജന്മയേവ ച ന ചാസ്യ കർമ്മവാ ലോകേ സദസന്മിശ്രയോനിഷു ക്രീഡാർത്ഥഃ സോപി സാധൂനാം പരിത്രാണായ കൽപ്പത്തെ സത്വം രജസ്തമ ഇതി ഭജതേ നിർഗുണോ ഗുണാൻ ക്രീഡന്നതീതോത്ര ഗുണൈഃ സൃജത്യവതിഹന്ത്യജഃ യഥാ ഭ്രമരികാ ദൃഷ്ട്യാ ഭ്രാമ്യതീവ മഹീയത്തെ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാ സ്മൃതഃ യുവയോരേവ നൈവായം ആത്മജോ ഭഗവാൻ ഹരിഃ സർവേഷാമാത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വരഃ ദൃഷ്ടം ശ്രുതം ഭൂതഭവദ്ഭവിഷ്യത് സ്ഥാസ്നുശ്ചരിഷ്ണുർമഹദൽപകം ച വിനാച്യുതാദ് വസ്തുതരാം ന വാച്യം സ ഏവ സർവം പരമാർത്ഥഭൂതഃ ഏവം നിശാ സാ ഭ്രുവതോർവ്യതീത നന്ദസ്യ കൃഷ്ണാനുചരസ്യ രാജൻ ഗോപ്യഃ സമുത്ഥായ നിരൂപ്യ ദീപാൻ വാസ്തൂൻ സമഭ്യർച്യ ദദീന്യമന്ദൻ താദീപദീപ്തൈർമണിഭിർവിരേജുഃ രജ്ജുർവികർഷദ്ഭുജകങ്കണസ്രജഃ ചലന്നിതംബസ്തനഹാരകുണ്ടലത്വിഷത്കപോലാരുണകുങ്കുമാനനാഃ ഉദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനിഃ ദദ്നശ്ച നിർമന്ദന ശബ്ദമിശ്രിതോ നിരസ്യത്തെ യേന ദിശാം അമംഗളം ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരി വ്രജൗകസഃ ദൃഷ്ട്വാ രഥം ശാതകൗംഭം കസ്യായമിതി ചബ്രുവൻ അക്രൂര ആഗത കിം വാ യഃ കംസസ്യാർത്ഥസാധകഃ യേന നീതോ മധുപുരീം കൃഷ്ണഃ കമലലോചനഃ കിം സാധയിഷ്യത്യസ്മാഭിः ഭർത്തുഃ പ്രേതസ്യ നിഷ്കൃതിം ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോഗാകൃതാഹ്നികഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദശോകാപനയനം നാമ षट्चत्वारिंशत्तमोऽध्यायः. सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. नारायणाखिलगुरो भगवन् नमस्ते, नारायणाखिलगुरो भगवन् नमस्ते, नारायणाखिलगुरो भगवन् नमस्ते. नारायण. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാന്റെ ഗുരുകുലവാസവും ഗുരുദക്ഷിണ മൃതപുത്ര ആനയനം, സാന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ പുത്രനെ തിരിച്ച് യമലോകത്ത് നിന്ന് ജീവനോടെ ഗുരുവിന് ദക്ഷിണയായിട്ട് സമർപ്പിച്ച കഥയെല്ലാം കണ്ടു. അതിനുശേഷം നമ്മൾ ഇന്ന് രാവിലെ
ഭഗവാന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും മന്ത്രിയും യാദവന്മാരിൽ പ്രമുഖനും ബൃഹസ്പതിയുടെ നേരിട്ടുള്ള ശിഷ്യനും ബുദ്ധിസത്തവനുമെല്ലാമായ ഒരു ദൂതിന് ഏറ്റവും യോഗ്യനായിരിക്കുന്ന ആ പക്വതയേറിയ ഭഗവാനോട് ഭക്തിയും അതുപോലെ തന്നെ എന്താ പറയുക പൂർണ്ണമായിട്ടുള്ള വിശ്വാസ സമർപ്പണങ്ങളും എല്ലാം ഉള്ളതായിട്ടുള്ള ആ ഉദ്ധവനെയാണ് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തകളായ ഗോപികമാരെയും തൻ്റെ 11 വർഷത്തിലധികം തന്നെ മകനെന്ന് കരുതി പോറ്റി വളർത്തിയ സ്നേഹനിധികളായ അച്ഛനമ്മമാരായ നന്ദനെയും യശോദയെയും ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് തിരഞ്ഞെടുത്തത് ഉദ്ധവനെയാണ് തിരഞ്ഞെടുത്തത്. ആ ഉദ്ധവനെ ഏകാന്തത്തിൽ പിടിച്ച് കൈപിടിച്ചുകൊണ്ട് ഗൃഹീത്വ പാണിനാ പാണി കൈകൊണ്ട് കൈപിടിച്ച് തൻ്റെ ഭക്തകളെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് പ്രപന്നാർത്തിഹരോ ഹരിഹി തന്നെ ആശ്രയിച്ചവരെ തന്നെ ശരണം പ്രാപിച്ചവരുടെ ദുഃഖങ്ങളെ ഹരിക്കുന്നവനായ ആ ഭഗവാൻ ഉദ്ധവനോട് ഇപ്രകാരം പറഞ്ഞു: ഹേ ഉദ്ധവ, വ്രജത്തിലേക്ക് പോകൂ. ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടെയും ഉണ്ടല്ലോ, നന്ദഗോപരും യശോദയും. അവർക്ക് സന്തോഷത്തെ കൊടുക്കൂ. അതുപോലെ ഗോപികമാർ ഞങ്ങളെ വിയോഗം അല്ലെങ്കിൽ എന്നിൽ നിന്ന് വിയോഗമുണ്ടായിട്ട് വല്ലാതെ ആധി ഉള്ളവരായിരിക്കുന്നുണ്ട്. വല്ലാത്ത ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയാണ് അവരെ എൻ്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് അവരെ ആ ആധിയിൽ നിന്ന് മോചിപ്പിച്ചാലും. എന്താണ് അവരുടെ സവിശേഷത? എന്താ അവരോട് മാത്രം ഇത്രയും പ്രീതി ഭഗവാന് എന്നാണെങ്കിൽ അവര് മന്മനസ്കാഹ എന്നിൽ തന്നെ മനസ്സർപ്പിച്ചവരും മത് പ്രാണാഹ എന്നിൽ തന്നെ പ്രാണനെ സമർപ്പിച്ചവരും എനിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറുള്ളവരും മദർത്തെ തെക്ത ദൈഹികാഹ എനിക്ക് വേണ്ടി എല്ലാ ദൈഹിക കർമ്മങ്ങളെയും ഉപേക്ഷിച്ചവരും എന്നെ തന്നെ പ്രേഷ്ഠം ദയിതം ആത്മാനം മനസാ ഗതാഹ എന്നെ തന്നെ അവരുടെ ഏറ്റവും പ്രിയതമനായും ആത്മാവായും മനസ്സുകൊണ്ട് പ്രാപിച്ചവരാണ്. അവരുടെ ലോകധർമ്മങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഉപേക്ഷിച്ചവരാണ്. അങ്ങനെയുള്ള അവരെ തീർച്ചയായിട്ടും ഞാൻ രക്ഷിക്കും, ഞാൻ പരിപാലിക്കും. ഏ തെക്തലോകധർമാശ്ച മദർത്ഥേ താൻ വിമർമ്യഹം എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കും. അവരുടെ പ്രിയതമനായ ഞാൻ ദൂരത്തായിരിക്കുമ്പോൾ ആ ഗോകുല സ്ത്രീകൾ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ആ വിരഹ ദുഃഖം കൊണ്ടുള്ള ഉത്കണ്ഠയും കൊണ്ട് വിറച്ചുകൊണ്ട് പരവശരായിക്കൊണ്ട് മോഹാലസ്യത്തെ പ്രാപിക്കുന്നു. അവരെങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പ്രാണനെ എപ്രകാരമോ ധരിച്ചു നിൽക്കുകയാണ്. ഞാൻ അവരോട് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരിച്ചു വരാം ആയാസ്യേ എന്ന് പറഞ്ഞതിന്റെ ബലത്തിലാണ് ആകെ പിടിവള്ളിയായിട്ട് അവര് പ്രാണനെ ധരിച്ചിരിക്കുന്നത്. മതാത്മികാഹ എന്നിൽ തന്നെ ആത്മാവിനെ വെച്ചിരിക്കുന്നവരാണവർ. പ്രാണനെയും ദേഹത്തെയും എല്ലാം എന്നിൽ അർപ്പിച്ചവരാണ്. അതുകൊണ്ട് അവരെ ചെന്ന് ആശ്വസിപ്പിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. എന്ന് വെച്ചാൽ അച്ഛനമ്മമാരായ നന്ദനെ യശോദയും മാത്രം ആശ്വസിപ്പിച്ചാൽ പോരാ, അതല്ല മുഖ്യ ദൗത്യം എന്നും കൂടെയാണ് പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം. മുഖ്യ ദൗത്യം ഗോപികളെ ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ അച്ഛനമ്മമാരെയും ആശ്വസിപ്പിക്കുക. ആ രീതിയിലാണ് ഭഗവാൻ ഗോപികമാരെ കുറിച്ചാണ് വാതോരാതെ ഉദ്ധവനോട് പറഞ്ഞത്. അവരെ ചെന്ന് എന്ന് വെച്ചാൽ ഉദ്ധവൻ വിചാരിക്കും, അച്ഛനമ്മമാരെ ആശ്വസിപ്പിച്ചാൽ പോരെ, അത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വരാലോ, വേറെ ആരെയും കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. അച്ഛനമ്മമാരെ പോലെ തന്നെ പ്രധാനപ്പെട്ടവരാണ് ഗോപികമാരും. അവരുടെ കാര്യവും നല്ലോണം പരിഗണിക്കണം, അവരെയും ആശ്വസിപ്പിച്ചിട്ടേ വരാവൂ എന്ന് പറഞ്ഞതായിട്ടുള്ള സമയത്ത് ഉദ്ധവൻ ആദരവോടുകൂടി ആ സന്ദേശത്തെ സ്വീകരിച്ചുകൊണ്ട് രഥത്തിൽ കയറി നന്ദഗോകുലത്തിലേക്ക് ചെന്നു. സൂര്യൻ അസ്തമിക്കുന്നതായിട്ടുള്ള സമയത്താണ് ശ്രീമാനായ ഉദ്ധവൻ നന്ദപ്രജത്തിൽ പ്രാപിച്ചത്. സന്ധ്യാവേളയിൽ പശുക്കളെല്ലാം തിരിച്ച് ഗോകുലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ആ പശുക്കളുടെ കുളമ്പടിയിൽ നിന്ന് ഉയരുന്ന പൊടികൾ കൊണ്ട്, ധൂളികൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ വാഹനം കടന്നു പോകുന്നത് ആരും ശ്രദ്ധിച്ചില്ല, കണ്ടില്ല. അങ്ങനെ അദ്ദേഹം ആരും അറിയാതെ നേരെ നന്ദഗൃഹത്തിലേക്ക് ചെന്നു. അപ്പോ എങ്ങനെയുള്ള വൃന്ദാവനം, എങ്ങനെയുള്ള ഗോകുലം? നല്ല സമ്പൽ സമൃദ്ധമായ, പശുക്കളുടെ ആരോഗ്യവും ഐശ്വര്യവും കൊണ്ട് സമൃദ്ധമായ, വലിയ വലിയ കൂറ്റൻ കാളകൾ, പുഷ്പിണികളായ പശുക്കൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നതും, വലിയ അകിടുകളും കൊണ്ട് മക്കളെ ഓർത്തുകൊണ്ട് ഓടുന്ന പശുക്കളും, നല്ല ആരോഗ്യമുള്ള പശുക്കുട്ടികൾ തലങ്ങും വിലങ്ങും കുതിച്ചു ചാടുന്നതും, അതുപോലെ ഗൃഹങ്ങളിൽ ഗോപികമാര് ഭഗവാന്റെ രാമകൃഷ്ണന്മാരുടെ കർമ്മങ്ങളെക്കുറിച്ച് ഗാനം ചെയ്യുന്നവരായിക്കൊണ്ട് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതും, നല്ലോണം അലങ്കാരാദികളൊക്കെ ചെയ്തിരിക്കുന്ന ഗോപികളെ കൊണ്ടും ശോഭിക്കുന്നതായിട്ടുള്ള ആ ഗോകുലം. അവിടെ നിത്യകർമ്മങ്ങളെല്ലാം അഗ്നി, അർക്ക്, അതിഥി, ഗോ, വിപ്ര, പിതൃ, ദേവ, അർച്ചന ഇതെല്ലാം നന്നായി നടക്കുന്നുണ്ട്. ധൂപദീപാദികളുടെ ഗന്ധങ്ങളും മാല്യങ്ങളും എല്ലാം കൊണ്ട് മനോരമമാണ് ആ ഗോപാവാസം. ഗോപന്മാർ വസിക്കുന്ന ആ ഗോകുലം എല്ലാം കൊണ്ടും ഐശ്വര്യ പരിപൂർണം. സന്ധ്യാവേളകളിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും പുഷ്പിത വനങ്ങളും വണ്ടുകളുടെയും പക്ഷികളുടെയും കളനാദങ്ങളോടുകൂടിയതും അരയന്നങ്ങളുടെയും കുളക്കോഴികളുടെയും ശബ്ദങ്ങളോടുകൂടിയ പത്മതീർത്ഥങ്ങളും പത്മഷണ്ഡങ്ങളും കൊണ്ടും അലങ്കൃതങ്ങളാണ്. അങ്ങനെയുള്ള ഗോകുലത്തിൽ എത്തിച്ചേർന്നവനായ ആ കൃഷ്ണന്റെ അനുചരനായ പ്രിയനായ ആ ഉദ്ധവനെ നന്ദഃ പ്രീതഃ സമാഗമ്യ, പ്രീതനായ നന്ദൻ സമാഗമിച്ച് പരിഷ്വജ്യ ആലിംഗനം ചെയ്ത് വാസുദേവതിയാ അർച്ചയത്, ഭഗവാൻ തന്നെ എന്ന ബുദ്ധിയോടെ, വിഷ്ണു ബുദ്ധിയോടെ അയാളെ സൽക്കരിച്ചു, പൂജിച്ചു. അതിഥിയെ ദേവനായി കണ്ടുകൊണ്ട് പൂജിച്ചു. എന്നിട്ട് നല്ല അന്നമെല്ലാം കൊടുത്ത് ശ്രേഷ്ഠമായ അന്നം കൊണ്ട് ഭോജിപ്പിച്ചു. നല്ല മെത്തയിൽ പിടിച്ച് ഇരുത്തി. അവിടുന്ന് പാദസംവാഹനാദിഭിഹി, കാല് കുഴിഞ്ഞു കൊടുക്കുക മുതലായതൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ശ്രമം മാറിയതോടുകൂടി, അദ്ദേഹം റിലാക്സ്ഡ് ആയതോടുകൂടി പര്യപൃച്ഛത്, പരിപ്രശ്നം ചെയ്തു. ഇനിയാണ് നന്ദഗോപര് ഉദ്ധവനോട് കുശലപ്രശ്നം ചെയ്യുന്നതായിട്ടുള്ള ഭാഗം. അപ്പൊ ഇതുവരെയാണ് നമ്മൾ രാവിലെ വായിച്ചു നിർത്തിയത്. 16 ശ്ലോകം മുതൽക്ക് കാണാം. കച്ചിതംഗ മഹാഭാഗ സഖാനഃ ശൂരനന്ദനഃ ആസ്തേ കുശലീ അപത്യാദ്യൈഃ യുക്തോ മുക്തഃ സുഹൃദ്വൃതഃ. കച്ചിതംഗ മഹാഭാഗ സഖാനഃ ശൂരനന്ദനഃ ആസ്തേ കുശലീ അപത്യാദ്യൈഃ യുക്തോ മുക്തഃ സുഹൃദ്വൃതഃ. അപ്പോ നന്ദഗോപര് ആദ്യം ചോദിക്കുന്നത് വസുദേവരുടെ കുശല പ്രശ്നമാണ്. കാരണം നന്ദഗോപർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവും സുഹൃത്തും എല്ലാമാണ് വസുദേവര്. ആ വസുദേവരില് മുഖാന്തിരമാണ് ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലേ? വസുദേവരിൽ നിന്നാണ് പിന്നെ രാമകൃഷ്ണന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബന്ധം പിന്നീട് ഉണ്ടായിട്ടുള്ളതാണ് രാമകൃഷ്ണന്മാരുമായിട്ട്. അപ്പോൾ വസുദേവരെ കുറിച്ച് തന്നെ ആദ്യം ചോദിക്കുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം മര്യാദ, വന്ന വഴി മറക്കാതിരിക്കുക, അല്ലേ? ആര് മുഖാന്തരമാണോ നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ടത്, അതുകൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളുണ്ടായത്, അപ്പൊ തീർച്ചയായിട്ടും ആ കൃതജ്ഞത നമ്മൾ ആര് മുഖാന്തരം പരിചയപ്പെട്ടു അയാളോടും വേണം. പക്ഷെ ഇന്നത്തെ കാലത്ത് പലതും കാണുന്നത് നമുക്ക് ആരെങ്കിലും പ്രിയപ്പെട്ടവര്
ആരെങ്കിലും പ്രമുഖരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു, അല്ലെങ്കിൽ ഉപകാരമുള്ളവരെ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്റ്റ് ബന്ധമായി. പിന്നെ നമ്മളെ പരിചയപ്പെടുത്തിയ ആളെ നമ്മൾ എങ്ങനെയെങ്കിലും പതുക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് പലരുടെയും ശീലം. അവരുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. നന്ദികേട് ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ആര് മുഖാന്തരമാണോ നമുക്ക് പലരുമായിട്ടും പരിചയപ്പെടാൻ കഴിഞ്ഞത്, പല പ്രയോജനങ്ങളും ഉണ്ടായത്, ആ വന്ന വഴി ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ വാസ്തവം പറഞ്ഞാൽ നന്ദഗോപരുടെ ഉള്ളിൽ കൃഷ്ണനായിരിക്കും നിറഞ്ഞു നിൽക്കുന്നുണ്ടാവുക. കൃഷ്ണനെ കുറിച്ചായിരിക്കും ആദ്യം ചോദിക്കാനുള്ള വെമ്പലുണ്ടാവുക. പക്ഷേ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് എന്താണോ ശരിയായിട്ടുള്ള മര്യാദ, ആ മര്യാദ പ്രകാരത്തിൽ ക്രമത്തിൽ ചോദിക്കുകയാണ്. ആദ്യം വസുദേവരുടെ കാര്യം തന്നെ ചോദിക്കുകയാണ്. ഹേ അംഗ, ഹേ മഹാഭാഗ, ഇത് രണ്ടും ഉദ്ധവനെ സംബോധന ചെയ്യണം. അല്ലയോ പൂജ്യനായ ഭാഗ്യവാനായ ഉദ്ധവ എന്നർത്ഥം. എന്നിട്ട് പറയണു, നഹ സഖ ശൂരനന്ദന മുക്ത സുഹൃദ്വൃത അപത്യാദ്യൈ യുക്ത കുശലീ ആസ്തേ കച്ചിത്. ചോദ്യം എന്താണ്? നഹ സഖാ ശൂരനന്ദന, നഹ അസ്മാകം, ഞങ്ങളുടെ, എൻ്റെ നർത്താണ് ഇവിടെ. എൻ്റെ സഖാവ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ ശൂരനന്ദനൻ, ശൂരസേനന്റെ പുത്രൻ ശൗരി എന്ന വസുദേവർ, അദ്ദേഹം കുശലീ ആസ്തേ കച്ചിത്, അയാൾ കുശലമായിരിക്കുന്നുവോ, അദ്ദേഹത്തിന് സുഖം തന്നെയോ, അദ്ദേഹം എല്ലാ ക്ഷേമത്തോടുകൂടി ഇരിക്കുന്നുവോ എന്നാണ് ചോദ്യം. പക്ഷെ അതില് കുറച്ച് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു, വസുദേവരെ വിശേഷിപ്പിച്ചു. ആ ശൂരനന്ദന മുക്ത, അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയാണ് മുക്ത. മുക്ത എന്ന് പറയുമ്പോഴോ, മുമ്പ് കംസന്റെ കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിരുന്നു. അപ്പോ ആ കംസന്റെ കാരാഗ്രഹത്തിൽ നിന്നും മുക്തനായി, തൽക്കാലം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനായി, സ്വതന്ത്രനായി, അല്ലേ? അങ്ങനെ മുക്തനായിരിക്കുന്ന ശൂരനന്ദനൻ സുഹൃദ്വൃത, സുഹൃത്തുക്കൾ എന്നാൽ ബന്ധുക്കൾ. അപ്പൊ ബന്ധുക്കളോടുകൂടി ചുറ്റപ്പെട്ടവനായിട്ട്, അപത്യാദ്യൈഹി യുക്ത, അപത്യ ആദ്യൈഹി, അപത്യം എന്ന് പറഞ്ഞാലോ മക്കള്. അപ്പൊ മക്കളോട് കൂടെ യുക്തനായിട്ട് ചേർന്നിട്ട് കുശലീ ആസ്തേ കച്ചിത്, സന്തോഷമായിട്ട്, സൗഖ്യമായിട്ട്, ക്ഷേമമായിട്ട് ഇരിക്കുന്നുവോ? കച്ചിത്, കച്ചിത് എന്നുള്ളത് ആ ചോദ്യചിഹ്നമാണ്. അങ്ങനെ ഇരിക്കുന്നുവോ, സുഖമായിരിക്കുന്നുവോ എന്നുള്ള ആ വികല്പമായിട്ടുള്ള ചോദ്യമാണ് കച്ചിത് എന്നുള്ള പ്രയോഗം. കശ്ചിതല്ല, കച്ചിത്. കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒരുവൻ എന്നാണ് അർത്ഥം. കഹാചിത്, കച്ചിത്. അപ്പൊ കുശലീ ആസ്തേ കച്ചിത്, കുശലിയായിരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോ വസുദേവർ കംസന്റെ കാരാഗ്രഹത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നുമെല്ലാം മുക്തനായിട്ട് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും തന്റെ മക്കളോടുമെല്ലാം കൂടിയിട്ട് സന്തോഷമായിരിക്കുന്നുവോ? ഇതാണ് ചോദ്യത്തിന്റെ താല്പര്യം. അപ്പൊ അങ്ങനെ ആദ്യം ചോദിച്ചു. അതിന്റെ കൂട്ടത്തിൽ ആ കംസൻ വസുദേവർക്ക് എത്ര ദ്രോഹം ചെയ്തു, ദേവകിക്ക് എത്ര ദ്രോഹം ചെയ്തു, അതിനെ സ്മരിച്ചുകൊണ്ട് ആ ഒരു എന്താ പറയുക, ദുഷ്ടൻ, കണ്ടകൻ ഒഴിവായില്ലോ എന്നുള്ള ആശ്വാസം പ്രകടിപ്പിക്കുകയാണ്. ദിഷ്ട്യാ കംസോ ഹതഃ പാപഃ സാനുഗഃ സ്വേന പാപ്മന സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയഃ സദാ. ദിഷ്ട്യാ കംസോ ഹതഃ പാപഃ സാനുഗഃ സ്വേന പാപ്മന സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടിയഃ സദാ. അപ്പോ ദിഷ്ട്യ, ദിഷ്ട്യ എന്ന് പറഞ്ഞാൽ ഭാഗ്യം കൊണ്ട്, നല്ല കാലം എന്നൊക്കെ പറയില്ലേ, ആ നല്ല കാലം ഭാഗ്യം കൊണ്ട് ആ കംസഹ ഹതഃ പാപഃ, ആ പാപിയായ കംസൻ കൊല്ലപ്പെട്ടു. ഭാഗ്യം. അപ്പൊ ഈ ലോകത്ത്
ഇങ്ങനെ ആളുകളെ കൊണ്ട് അല്ലേ പറയിപ്പിക്കാതിരിക്കുകയാണ് വേണ്ടത്. നമ്മളൊക്കെ ആരുടെയെങ്കിലും ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ മനസ്സിന് ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതത്തിലെ സുഖങ്ങൾ അനുഭവിക്കാൻ തടസ്സമായി മുള്ളുപോലെ അല്ലെ, എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ അത് കഴിക്കുമ്പോൾ അതിൽ മുഴുവൻ മുള്ളോ മണ്ണോ കല്ലോ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അതുപോലെയാണ് നല്ല ജീവിതം, സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ആളുകൾ, ദുഷ്ടന്മാര് അത് അനുഭവിക്കാൻ സമ്മതിക്കില്ല, സ്വൈരം കൊടുക്കില്ല. അത് പലരും ആവാം, അതിപ്പോ സ്വന്തം മക്കൾ വരെ ആവാം അല്ലേ. അച്ഛനമ്മമാർക്ക് സ്വന്തം മക്കൾ വരെ ഇതുപോലെ മുള്ളുപോലെ തടഞ്ഞ് സുഖം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവാം. അത് പരസ്പരം ബന്ധുക്കള് ആര് വേണമെങ്കിലാവാന്ന് പറയാ. അപ്പോ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ മരിച്ചു കാണാൻ ആളുകൾ മനസ്സാ ശപിക്കും. ഈ ദുഷ്ടനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണു, എനിക്ക് ക്ഷമിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കണു, ഇവനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരെക്കുറിച്ചും ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മളൊന്നും പെടാതിരിക്കട്ടെ അല്ലേ. നമ്മളെക്കുറിച്ച് ആരും മനസ്സുകൊണ്ട് ഇങ്ങനെ ശാപവാക്കുകൾ പറയാൻ ഇടവരുത്താതിരിക്കട്ടെ. അത് നമ്മൾ ബോധപൂർവം ശ്രമം ഉണ്ടാവണം. എൻ്റെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ഞാൻ വിഷമമുണ്ടാക്കില്ല, അവരുടെ മനസ്സിനെ നോവിക്കില്ല, വേദനിപ്പിക്കില്ല, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യില്ല എന്നുള്ളത് ഉള്ളിൽ നമുക്ക് ദൃഢമായിട്ട് ഉറയ്ക്കണം. നമ്മളായിട്ട് അങ്ങോട്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിച്ചു എന്നൊക്കെ വരും. അത് പിന്നെ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പഴഞ്ചൊല്ലുള്ളത് പോലെ അത്രയും നമ്മളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കവിളിൽ അടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കാൻ എല്ലാവരും ഒന്നും തയ്യാറായി എന്ന് വരില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അത് മാറ്റി നിർത്താം. ആ ഒരു സ്വഭാവം പ്രകൃതിയിൽ ഈശ്വരൻ തന്നെ എല്ലാവർക്കും തന്നിട്ടുമുണ്ട്. കാരണം നിലനിൽപ്പിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അളമുട്ടിയ ചേരയും കടിക്കുന്നെന്ന് പറയുന്നത്. ഏത് ജന്തുവിന്റെ നേരെയും നമ്മൾ അതിനെ ഹിംസിക്കാൻ ചെന്നാൽ അത് ഏതെങ്കിലും രീതിയിൽ ഒന്നുകിൽ രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് എതിർത്ത് നിന്ന് പ്രതികരിക്കാൻ അതിന് ആവോളം പരിശ്രമിക്കും. പരാജയപ്പെട്ട് മരണത്തിന് കീഴടങ്ങി എന്ന് വരും. പക്ഷെ എന്തായാലും റെസിസ്റ്റ് ചെയ്യുക, അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി തന്നെ കൊടുത്തിട്ടുള്ളതാണ്. ഭഗവാൻ വിഷ്ണു തന്നെ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളിലും ആ പ്രതിരോധ ശക്തി നിറച്ചു വെച്ചിട്ടുണ്ട്. അത് പല രീതിയിലാണ് പ്രതിരോധം. അത് ശരീരം കൊണ്ട് പ്രതിരോധിക്കാം, വാക്കുകൊണ്ട് പ്രതിരോധിക്കാം, നമ്മുടെ അറിവ് കൊണ്ട് പ്രതിരോധിക്കാം, പല രീതിയിൽ പ്രതിരോധിക്കാം. അപ്പൊ അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത് അങ്ങോട്ട് നമ്മളായിട്ട് ആരെയും ആദ്യം ഇനീഷ്യേറ്റ് ചെയ്യാതിരിക്കുക, വേദനിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇവിടെ കംസനെ കുറിച്ച് പാപഹ എന്ന് പറഞ്ഞിട്ട് പറയണ അവൻ ഹതഹ ദിഷ്ട്യ ഭാഗ്യം, നല്ല കാലം ആ ദുഷ്ടൻ കൊല്ലപ്പെട്ടു. എങ്ങനെ? സ്വേന പാപ്മന, അവന്റെ സ്വന്തം കയ്യിലിരിപ്പുണ്ട്. സ്വേന പാപ്മന, സ്വന്തം പാപം കൊണ്ടാണ് അവൻ നശിച്ചത്. അവൻ ഒറ്റയ്ക്കല്ല നശിച്ചത്, കൂടെ കുറെ ആളുകളെയും കൊണ്ടുപോയി. എന്താ? സാനുഗഹ അനുഗന്മാരോടുകൂടെ അവനെ അനുയായികളായി അവനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകൾക്കും നാശം സംഭവിച്ചു. അപ്പോ ദുഷ്ടന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് സൂചിപ്പിക്കണം. ആരെങ്കിലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ദുഷ്ടത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആരെങ്കിലും ഏതെങ്കിലും കാരണവശാൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവർക്കും ഈ ഗതി തന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉപദ്രവിക്കുമ്പോൾ നമ്മളും അത് കണ്ട് ആസ്വദിക്കുകയോ സന്തോഷിക്കുകയോ അവരെ പ്രേരിപ്പിക്കുകയോ അതിന് സഹായിക്കുകയോ ഒന്നും ചെയ്യരുത്. തെറ്റ് ചെയ്യുന്നത് കണ്ട അത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം.
മറ്റൊരാളെ അനാവശ്യമായിട്ട് ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു തൻ്റെ ഇടം, ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അങ്ങനെയുള്ളവരാണ് നല്ല സുഹൃത്തുക്കൾ, വെൽ വിഷേഴ്സ്. ഇവന്റെ മുഖം വികൃതമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതാണ് ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ നല്ല ചങ്ങാതിമാരാവാം, എല്ലാവരുടെയും വെൽവിഷേഴ്സ് ആവാം. അവർ ചെയ്യുന്ന തെറ്റുകളെ സൂചിപ്പിക്കാം, അവരെയും വേദനിപ്പിക്കാതെ പറയാം, ഇത് ശരിയല്ല, ഈ പോക്ക് പോയാൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അപ്പോ സാനുഗഹ, അനുഗന്മാരോടുകൂടി ആ കംസൻ സ്വയന പാപ്മനാഹതഃ, സ്വന്തം പാപങ്ങളെ കൊണ്ടാണ് അവൻ നശിച്ചത്. അവൻ മര്യാദക്കാരനായിരുന്നുവെങ്കിൽ ഇപ്പോൾ നശിക്കില്ലായിരുന്നു, അല്ലേ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ആ അശരീരി കേട്ടപ്പോ അദ്ദേഹത്തിന് ഉള്ളിലുള്ള ദുഷ്ടത്തരമാണ് പുറത്തേക്ക് വന്നത്. നേരെ മറിച്ച് മാറി ദേവകിയെയും വസുദേവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞ്, സാരമില്ല, ഈ അശരീരി എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ എൻ്റെ അനിയത്തിയെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ മക്കള് ജനിച്ചു വരുമ്പോൾ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയാൽ എനിക്കെന്തിനു ഭയപ്പെടണം? ഞാൻ അവരെ ഉപദ്രവിച്ചാലല്ലേ അവരിങ്ങോട്ട് ഉപദ്രവിക്കുകയുള്ളൂ. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് കംസൻ നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിൽ പറഞ്ഞേനെ, അല്ലേ? നേരെ മറിച്ച് ദുഷ്ടനായതുകൊണ്ട് ഉടനെ വാളൂരി അനിയത്തിയുടെ മറ്റേ തലയിലെ മുടിക്ക് പിടിച്ചു, കഴുത്ത് വെട്ടാനായിട്ട് ഓങ്ങി. അത് അദ്ദേഹത്തിന്റെ പ്രകൃതിയായുള്ള ആ സ്വഭാവം കാണിച്ചതാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് ആപത്തുകൾ മേൽക്കുമേൽ വരികയും ചെയ്യാം. നല്ലവർക്ക് അത്ര പെട്ടെന്നൊന്നും ആപത്തുകൾ വരില്ല, അവർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ദിഷ്ട്യ കംസോ ഹതഃ പാപഃ സാനുഗഃ സ്വേന പാപ്മന എന്നിട്ട് തുടർന്ന് പറയുന്നു, സാധൂനാം ധർമ്മശീലാനാം യദൂനാം ദ്വേഷ്ടി യഹ സദാ. യഹ, ഏതൊരു കംസനാണോ ധർമ്മശീലാനാം സാധൂനാം യദൂനാം സദാ ദ്വേഷ്ടി, ധർമ്മശീലന്മാരായിട്ടുള്ളവരും സാധുക്കളുമായിട്ടുള്ള എല്ലാവർക്കും ഉപകാരികളായിരിക്കുന്ന സാത്വികന്മാരായ യാദവന്മാരെ മുഴുവൻ ദ്വേഷിക്കുന്നു, ഉപദ്രവിക്കുന്നു എപ്പോഴും. അപ്പൊ ഇങ്ങനെ സാധുക്കളെ ഉപദ്രവിക്കുന്ന ഒരാൾക്ക് അധികം ആയുസ് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള ദുഷ്ടന്മാർ അകാല മൃത്യു അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ആരാണോ മറ്റുള്ളവരെ നിരുപദ്രവകാരികളായിട്ടുള്ള സമൂഹത്തിന് ഉപകാരമുള്ള സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നത്, തീർച്ചയായിട്ടും അവർക്ക് ആയുസ്സും ഉണ്ടാവില്ല, സ്വസ്ഥതയും ഉണ്ടാവില്ല. ഇതൊരു പരമസത്യമാണെന്ന് എല്ലാവരും ഓർത്തിരിക്കുക. അപ്പൊ ഇത് പറഞ്ഞു. എന്നിട്ട് കൃഷ്ണനിലേക്ക് വരുന്നു. അപിസ്മരതി നഃ കൃഷ്ണോ മാതരം സുഹൃദസഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. അപിസ്മരതി നഃ കൃഷ്ണോ മാതരം സുഹൃദസഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. കൃഷ്ണനെ കുറിച്ച് ചോദിക്കുകയാണ്. ആ കൃഷ്ണ നഹ സ്മരതി അപി. കൃഷ്ണ, ആ കൃഷ്ണൻ നഹ അസ്മാൻ സ്മരതി അപി, സ്മരിക്കുന്നുണ്ടോ? എന്നെയൊക്കെ ഓർമ്മയുണ്ടോ? എന്നെ മാത്രമല്ല, മാതരം, എന്നേക്കാൾ ഓർമ്മിക്കേണ്ടവളാണ് ഈ മാതാവ് യശോദ. എത്ര സ്നേഹനിധിയാണ് യശോദ, എത്ര നന്നായിട്ടാണ് യശോദ 11.5 വർഷം ആ കൃഷ്ണനെ പോറ്റി വളർത്തിയത്, എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്തു. അപ്പം അങ്ങനെയുള്ള ആ മാതാവിനെയും സുഹൃദ, തൻ്റെ സുഹൃത്തുക്കളായ ഗോപന്മാര്, അതുപോലെ സഖീൻ, ആ സഖികളായിരിക്കുന്ന ആളുകള്, അല്ലെങ്കിൽ സഖീൻ ഗോപാൻ എന്ന് ഗോപന്മാരുടെ വിശേഷണമായിട്ട് സഖീൻ എടുക്കാം. സഖീൻ ഗോപാൻ, കൂട്ടുകാരായ ഗോപന്മാരെയും, വ്രജം ച ആത്മനാഥം,
ആത്മനാഥം വ്രജം എന്ന് പറഞ്ഞാലോ താൻ തന്നെ നാഥനായിരുന്ന ഈ വ്രജത്തെ, ഗോകുലത്തെ, ഈ ഗോകുലത്തിന് ആരായിരുന്നു ഇതുവരെ നാഥൻ? കൃഷ്ണൻ തന്നെയായിരുന്നു നാഥൻ, ആശ്രയൻ. ആ ആശ്രയഭൂതനായ താൻ രക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു 11.5 വർഷം താൻ തന്നെയായിരുന്നു ഈ ഗോകുലത്തിന്റെ രക്ഷകൻ. എന്തെല്ലാം ആപത്തുകൾ വന്നു, അപ്പോഴൊക്കെ ആ ഭഗവാനല്ലേ ഞങ്ങളെ രക്ഷിച്ചത്. അങ്ങനെയുള്ള താൻ നാഥനായിരിക്കുന്ന, ഇപ്പോൾ താൻ ദൂരേക്ക് പോകുമ്പോൾ അനാഥമായി തീർന്ന, അപ്പൊ നന്ദഗോപർ സ്വയം രാജാവാണ്, ഞാനാണ് ഈ ഗോകുലത്തിന്റെ നാഥൻ എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിന് ഒട്ടും അഭിമാനമില്ല. വിനയാന്വിതനായി പറയണു, കൃഷ്ണനാണ് ഈ ഗോകുലത്തിന്റെ യഥാർത്ഥ രക്ഷകൻ. അങ്ങനെയുള്ള അദ്ദേഹം ഈ വ്രജത്തെ ഉപേക്ഷിച്ചു പോയിട്ട് വ്രജത്തെ ഓർക്കുന്നുണ്ടോ? സ്മരതി ആത്മനാഥം വ്രജം സ്മരതി ഗാവഹ വൃന്ദാവനം ഗിരിം. ഗാവഹ പശുക്കളെയൊക്കെ ഓർക്കുന്നുണ്ടോ? ആ പശുക്കൾക്ക് കൃഷ്ണനോട് എന്തൊരു സ്നേഹമായിരുന്നു. എല്ലാ പശുക്കളെയും പേര് പറഞ്ഞ് വിളിക്കാൻ അറിയും കൃഷ്ണൻ. ആയിരക്കണക്കിന് പശുക്കളുണ്ടെങ്കിലും അതിന്റെ കുട്ടികൾക്കും എല്ലാം കൃഷ്ണന് വ്യക്തിപരമായിട്ട് ഓരോന്നിനെയും അറിയാം. അതിന്റെയൊക്കെ പേര് വിളിച്ചാൽ സ്നേഹത്തോടെ ഓടിയെത്തും. അപ്പൊ അങ്ങനെയുള്ള ആ പശുക്കളെ കുറിച്ച്, വൃന്ദാവനം, ഈ വൃന്ദാവന ഭൂമി, ഇതെല്ലാം കൃഷ്ണന് പ്രിയപ്പെട്ടതായിരുന്നില്ലേ? ഗിരിം, ഗോവർദ്ധനഗിരിം, ആ ഗോവർദ്ധനഗിരിയെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? അപ്പൊ കൃഷ്ണന് പ്രിയപ്പെട്ടതായിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിക്കുകയാണ്. എന്നെ ഓർമ്മയുണ്ടോ? അമ്മയെ ഓർമ്മയുണ്ടോ? സുഹൃത്തുക്കളെ, ബന്ധുക്കളെയൊക്കെ ഓർമ്മയുണ്ടോ? കൂട്ടുകാരായ ഗോപന്മാരെ ഓർമ്മയുണ്ടോ? ഗോകുലത്തെ, അദ്ദേഹം തന്നെ രക്ഷകനായിരുന്ന ഈ വ്രജത്തെ ഓർമ്മയുണ്ടോ? പശുക്കളെയും വൃന്ദാവനത്തെയും ഗോവർദ്ധനഗിരിയെയും അദ്ദേഹം ഓർക്കാറുണ്ടോ? അങ്ങയോട് വല്ലതും പറയാറുണ്ടോ? ഞങ്ങളുടെ കാര്യമൊക്കെ സൂചിപ്പിക്കാറുണ്ടോ? എവിടെയെങ്കിലും സന്ദർഭവശാൽ ഞങ്ങളെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട് പറയാറുണ്ടോ? ഇങ്ങനെ എല്ലാവർക്കും ഇത് തന്നെയാ അല്ലേ? ഇപ്പൊ നമ്മൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും സന്ദർഭത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാനുള്ളത് നമ്മളെക്കുറിച്ച് അവരെന്ത് പറയുന്നു എന്നുള്ളതാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ രണ്ടാമതാണ്. എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു, എന്നെക്കുറിച്ച് എന്ത് ചോദിച്ചു, എന്നെ അന്വേഷിക്കാൻ പറഞ്ഞോ, എനിക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അവനവന്റെ കാര്യമാണ്. അതുപോലെ ഇവിടെ ഭഗവാൻ ഞങ്ങളെ സ്മരിക്കാറുണ്ടോ? അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ് ഇതിൽ ഓരോന്നും, ഈ പറഞ്ഞതെല്ലാം സ്മരിക്കാറുണ്ടോ എന്നാണ് ചോദ്യം. അപ്യായാസ്യതി ഗോവിന്ദഃ സ്വജനാൻ സകൃദീക്ഷിതം തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. അപ്യായാസ്യതി ഗോവിന്ദഃ സ്വജനാൻ സകൃദീക്ഷിതം തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. ഇനി ചോദിക്കുന്നു, ഗോവിന്ദ സ്വജനാൻ ഈക്ഷിതും സകൃതബി ആയാസ്യതി. വളരെ എന്താ പറയുക, പ്രതീക്ഷയോടെ ചോദിക്കണം. ഗോവിന്ദ, ആ ഭഗവാൻ, ഈ ഗോകുലത്തിന്റെ മുഴുവൻ രക്ഷകനായിട്ടുള്ള ആ ഗോവിന്ദൻ, ഞങ്ങളുടെ എല്ലാം നാഥനായിട്ടുള്ള ആ ഗോവിന്ദൻ സ്വജനാൻ ഈക്ഷിതും, തനിക്ക് പ്രിയപ്പെട്ടവരായ ആളുകളെ എല്ലാം കാണാനായിക്കൊണ്ട് സകൃതബി ആയാസ്യതി അബി, സകൃതബി ഒരിക്കലെങ്കിലും ആയാസ്യതി അബി വരുമോ, വരാൻ വല്ല ചാൻസും ഉണ്ടോ എന്നാണ്. ആ അബി എന്നുള്ളത് വികല്പ രൂപത്തിലാണ്. അങ്ങനെ വരാൻ വല്ല വഴിയുണ്ടോ, അദ്ദേഹം വരുമോ? ഒരു ചെറിയ പ്രത്യാശയോടെ, എന്നാൽ അല്പം ഭയവുമുണ്ട്, ഉത്കണ്ഠയുമുണ്ട്. അപ്പോ ബന്ധുക്കളായ സ്വജനങ്ങളായ ഞങ്ങളെ കാണുവാനായിട്ട് ഒരിക്കലെങ്കിലും ആ കൃഷ്ണൻ വരുമോ, ഗോവിന്ദൻ വരുമോ? എങ്കിൽ തർഹി, അങ്ങനെ വന്നാൽ സുനസം സുസ്മിതേക്ഷണം തദ്വക്ത്രം ദ്രക്ഷ്യാമ, കൊതി പ്രകടിപ്പിക്കണം. അങ്ങനെ വന്നിരുന്നെങ്കിൽ തർഹി സുനസം, നല്ല സുന്ദരമായ മൂക്കോടുകൂടിയതും, സുസ്മിതേക്ഷണം, നല്ല മന്ദസ്മിതത്തോടുകൂടിയ, നല്ല കടാക്ഷത്തോടുകൂടിയ, കണ്ണുകളോടുകൂടിയതായിട്ടുള്ള
തദ്വക്ത്രം അവന്റെ മുഖം, ആ കൃഷ്ണന്റെ മുഖം ദ്രക്ഷ്യാമ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കാണാനുള്ള യോഗമുണ്ടോ? അദ്ദേഹം ഒരിക്കലെങ്കിലും സ്വജനങ്ങളെ കാണാനായിട്ട് വരുമോ? വന്നാൽ ആ സുന്ദരമുഖം ഇനിയും ഒരിക്കൽ കൂടെ കാണാമായിരുന്നു. ഇപ്പോ നന്ദഗോപർക്ക് വേണ്ടിയിട്ടല്ല ഈ ചോദ്യം, യശോദയ്ക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം നന്ദഗോപർക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് പോയി കാണാം. നന്ദഗോപര് കംസന് വാർഷിക കരം കൊടുക്കാൻ മധുരാപുരിയിലേക്ക് പോയിരുന്നത് പോലെ ഇപ്പോഴും ഉഗ്രസേന രാജാവിന് കരം കൊടുക്കേണ്ടതുണ്ടായിരിക്കും. അല്ല നീ കരമൊക്കെ ഒഴിവാക്കി കൊടുത്തോ, അതും ആവാം. കാരണം ഭഗവാന്റെ വളർത്തച്ഛനും വളർത്തമ്മയുമാണ്. എത്രയോ കാലം രാമകൃഷ്ണന്മാരെ രക്ഷിച്ചവരാണ്, പോഷിപ്പിച്ചവരാണ്. അപ്പൊ ആ കെയർ ഓഫിൽ വേണമെങ്കിൽ നന്ദന്റെ വ്രജവാസികളുടെ ടാക്സ് എക്സംഷൻ കൊടുക്കാം, അല്ലേ? അവർ പാവങ്ങൾ കർഷകരാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പശുക്കളെ വളർത്തുന്നവരാണ്, കഷ്ടപ്പാടുകളുള്ളവരാണ്, അവരിൽ നിന്ന് കരമൊന്നും വാങ്ങിക്കണ്ട എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലേ? ഇപ്പൊ ഈ എന്താ പറയുക, കൃഷിക്കാരിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി, അവർക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടറുകളൊക്കെ, അതിനുള്ള ഇലക്ട്രിസിറ്റി ചാർജ് ഇല്ല, ഫ്രീ ആണ്. കനാലുകളിൽ നിന്നും പുഴകളിൽ നിന്നും കിണറ്റിൽ നിന്നുമൊക്കെ മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചാൽ അതിന്റെ ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ട, അത് ഡയറക്റ്റ് കണക്ഷനാണ്, അതിന് മീറ്റർ ഒന്നും വെക്കാത്തുള്ള കണക്ഷനാണ്, ഫ്രീ ആണ്, ഫ്രീ ഓഫ് കോസ്റ്റ്. അപ്പൊ അതുപോലെ പലതും ടാക്സ് ഫ്രീ ആക്കാം. അപ്പൊ ഇവർക്കും ഈ പറഞ്ഞ ഗോപന്മാർക്കും നന്ദനും ഒക്കെ ടാക്സ് ഒഴിവാക്കി കൊടുക്കാം. എങ്കിലും എപ്പോ വേണമെങ്കിലും അദ്ദേഹത്തിന് പോയി കാണാം. അപ്പോ ബാക്കിയുള്ളവരുടെ കാര്യത്തിലാണ് അദ്ദേഹത്തിന് കൃഷ്ണനെ കാണാൻ ഇവർക്കൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് ചോദിക്കുന്നത്. എപ്പോഴെങ്കിലും കൃഷ്ണൻ വരാൻ ചാൻസ് ഉണ്ടോ? അപ്യായാസ്യതി ഗോവിന്ദഃ സ്വജനാൻ സകൃദീക്ഷിതം തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. ദാവാഗ്നേർവാദവർഷാച്ച വൃഷസർപ്പാശ്ച രക്ഷിതാഃ ദുരത്യയേഭ്യോ മൃത്യുഭ്യഃ കൃഷ്ണേന സുമഹാത്മനാ. ദാവാഗ്നേർവാദവർഷാച്ച വൃഷസർപ്പാശ്ച രക്ഷിതാഃ ദുരത്യയേഭ്യോ മൃത്യുഭ്യഃ കൃഷ്ണേന സുമഹാത്മനാ. ഇനി ആ കൃഷ്ണനെ അനുസ്മരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയണം. ആ കൃഷ്ണൻ ഞങ്ങളെ ഏതൊക്കെ ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു. നമ്മുടെ കുന്തിദേവി പറഞ്ഞ പോലെ തന്നെ വിഷാദ് മഹാഗ്നേഹ പുരുഷാദ ദർശനാദ് അസത്സഭായാഹ വനവാസകൃത്സ്രതഃ മൃദേ മൃദേ അനേക മഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മഹരേ വിരക്ഷിതാഃ. അതേപോലെ ലിസ്റ്റ് എടുത്ത് പറയണ ആര്? നന്ദഗോപരും. എത്ര പ്രാവശ്യം ഏതൊക്കെ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ആ കൃഷ്ണൻ. ദാവാഗ്നേഹ വാദവർഷാച്ച വൃഷസർപ്പാച്ച ദുരത്യയേഭ്യഃ മൃത്യുഭ്യഃ സുമഹാത്മനാ കൃഷ്ണേന രക്ഷിതാഃ വയം. ഗോപികാഗീതത്തിൽ ഗോപികമാര് പാടിയതാണത്, അല്ലേ? വിഷജലാപ്യയാത് വ്യാളരാക്ഷസാത് വർഷമാരുതാത് വൈദ്യുതാനലാത് ഋഷഭത്തെ വയം രക്ഷിതാമുഹു എന്ന് വരുന്നുണ്ട്. ഹേ ഋഷഭ, തേ വയം മുഹുഹു രക്ഷിതാഹ, ഞങ്ങൾ അങ്ങയാൽ പല പ്രാവശ്യം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഗോപികമാര് പാടിയിട്ടുണ്ട്. അതുതന്നെ ഇവിടെ നന്ദഗോപരും പാടുന്നത്. ദാവാഗ്നേഹേ, കാട്ടുതീയിൽ നിന്ന് 2 പ്രാവശ്യം ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ട്. ഒന്ന് കാളിയമർദ്ദനം കഴിഞ്ഞപ്പോഴും മറ്റൊന്ന് മുഞ്ചാടവിയിൽ വെച്ചും, അല്ലെ? 2 പ്രാവശ്യം കാട്ടുതീ പാനം ചെയ്ത് ഈ പശുക്കളെയും ഗോപന്മാരെയും മുഴുവനായിട്ട് രക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ദാവാഗ്നേഹേ വാതവർഷാച്ച, വാതം വർഷം, കാറ്റും മഴയും. ആ ഇന്ദ്രൻ കോപിച്ച് ഗോകുലത്തെ മുഴുവൻ പ്രളയത്തിൽ ആഴ്ത്താൻ വേണ്ടി പ്രളയകാല മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യിച്ചപ്പോൾ വലിയ കൊടുങ്കാറ്റും
മഴയുമുണ്ടായപ്പോൾ ആ വാദവർഷങ്ങളിൽ നിന്ന് ഞങ്ങളെ ആ ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്ഷിച്ചില്ലേ. അതുപോലെ വൃഷസർപ്പാത് ഇവിടെ വൃഷസർപ്പം രണ്ട്, വൃഷം സർപ്പം, വൃഷസർപ്പയോഹോ എന്നുള്ള അർത്ഥത്തില് വൃഷസർപ്പാത് എന്ന് ഒന്നിച്ച് പ്രയോഗിച്ചു. വൃഷം എന്നുള്ളത് വൃഷഭാസുരൻ, കാളയുടെ രൂപത്തിൽ വന്നതായിട്ടുള്ള അസുരൻ വൃഷഭാസുരൻ. ആ വൃഷഭാസുരനിൽ നിന്നും സർപ്പാത് കാളിയൻ എന്ന മഹാസർപ്പത്തിൽ നിന്ന്, വിഷസർപ്പത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുവല്ലോ. ഇനി അത് വൃഷസർപ്പാത് എന്നുള്ളത് വിഷസർപ്പാത് എന്ന പാഠഭേദങ്ങളും ഉണ്ടാവാൻ വഴിയുണ്ട്. വിഷസർപ്പത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുവല്ലോ. അങ്ങനെ ദുരത്യയേഭ്യ മൃത്യുഭ്യ, ആർക്കും അത്യയം ചെയ്യാൻ പറ്റാത്തത്, മറുകര കടക്കാൻ പറ്റാത്തത്, തരണം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള പലതരത്തിൽ വന്ന മൃത്യുക്കളിൽ നിന്ന്, മരണത്തിൽ നിന്ന് ഞങ്ങളെ കൃഷ്ണേന സുമഹാത്മന രക്ഷിതാഹ, ആ മഹാത്മാവായ കൃഷ്ണനാൽ ഞങ്ങൾ പല പ്രാവശ്യം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മരണത്തിന്റെ വായിൽ നിന്ന്. അങ്ങനെ ആ കൃഷ്ണൻ ഞങ്ങളുടെ രക്ഷകനാണ് എല്ലാ കാലത്തും. ദാവാഗ്നേഹ വാദവർഷാച്ച വൃഷസർപ്പാച്ച രക്ഷിതാഹ ദുരത്യയേഭ്യോ മൃത്യുഭ്യഃ കൃഷ്ണേന സുമഹാത്മന. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാവാംഗനിരീക്ഷിതം ഹസിതം ഭാഷിതം ചാംഗ സർവാനഃ ശിഥിലാക്രിയാഃ. സ്മരതാം കൃഷ്ണവീര്യാണി ലീലാവാംഗനിരീക്ഷിതം ഹസിതം ഭാഷിതം ചാംഗ സർവാനഃ ശിഥിലാക്രിയാഃ. ഭഗവാന്റെ ഓരോ ലീലകളെ ഓർമ്മിച്ചുകൊണ്ട് നന്ദൻ വളരെ ആർദ്രനായിത്തീരുന്നു. ഒരു എന്താ പറയുക, സാധാരണ പുരുഷന്മാരൊന്നും ആവലാദികൾ പറയില്ല, ഇമോഷൻസ് പ്രകടിപ്പിക്കില്ല, ബലം പിടിച്ചിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ നന്ദനെ സംബന്ധിച്ച് കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കാതിരിക്കാനാവുന്നില്ല. അദ്ദേഹം ഏതൊക്കെ ഭാവങ്ങളെ പ്രാപിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. ഹേ അംഗ, അല്ലയോ പൂജ്യനായ ഉദ്ധവ, കേൾക്കൂ. കൃഷ്ണവീര്യാണി ലീലാപാംഗ നിരീക്ഷിതം ഹസിതം ഭാഷിതം സ്മരതാം നഹ. കൃഷ്ണന്റെ ഇന്ന കാര്യങ്ങള് സ്മരതാം നഹ, സ്മരിക്കുന്നവരായ ഞങ്ങൾക്ക്. എന്തൊക്കെ കാര്യങ്ങള്? കൃഷ്ണവീര്യാണി, കൃഷ്ണന്റെ ഓരോ പരാക്രമ കഥകള്, ഇന്ന അസുരന്മാരെ കൊന്നതും ഓരോരോ ലീലകൾ ചെയ്തതും, കാളിയനെ നിഗ്രഹിച്ചത്, ഗോവർദ്ധനത്തെ ഉയർത്തിയതൊക്കെ വീര്യങ്ങളാണ്. ആ രണ്ട് വൃക്ഷങ്ങൾ മറിച്ചിട്ടത്, ഇങ്ങനെ എന്തെല്ലാം ലീലകൾ കൃഷ്ണൻ ചെയ്തു, ആ വീര്യങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ ലീലാ അപാംഗ നിരീക്ഷിതം, അദ്ദേഹത്തിന്റെ ലീലകൾ അപാംഗം കൊണ്ടുള്ള നിരീക്ഷിതം, കടക്കണ്ണുകൊണ്ടുള്ളതായിട്ടുള്ള ഓരോ നോട്ടം ഉണ്ടല്ലോ, ഓരോന്നൊന്നര നോട്ടമാണ്. അങ്ങനെ ഭഗവാൻ ആരെങ്കിലും നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കത് മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടവും, ഹസിതം ഭഗവാന്റെ ആ മന്ദഹാസവും ചിരിയും, ഭാഷിതം അദ്ദേഹത്തിന്റെ സംസാര രീതികൾ, ഞങ്ങൾ ഓരോരുത്തരോടും അദ്ദേഹം എങ്ങനെയൊക്കെയാണ് ഭാഷണം ചെയ്യുക, ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. സ്മരതാം നഹ, സ്മരിക്കുന്നവരായിട്ടുള്ള ഞങ്ങൾക്ക് സർവാഹ ക്രിയാഹ ശിഥിലാഹ, സർവാഹ ക്രിയാഹ, ഞങ്ങളുടെ എല്ലാ ക്രിയകളും, ഞങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശിഥിലാഹ. ശിഥിലാഹ എന്ന് പറഞ്ഞാലോ അതിന് ശൈഥില്യം സംഭവിച്ചു, അതെല്ലാം ഞങ്ങൾക്ക് എന്താ പറയുക, കയ്യിൽ നിന്ന് വിട്ടുപോകുകയാണ്. അതിനൊരു ഫോക്കസ് ഇല്ലാതായി പോകുന്നു, ഏകാഗ്രത ഇല്ലാതായി പോകുന്നു, ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാതെയാകുന്നു. കൃഷ്ണന്റെ ഓരോ ലീലകളെയും പുഞ്ചിരിയെയും ഭാഷിതങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മറന്നു പോകുന്നു ഞങ്ങൾ എന്താ ചെയ്യാൻ പുറപ്പെട്ടതെന്നുള്ളത്. ഏതെങ്കിലും കാര്യം എടുക്കാനായിട്ട് എവിടെയെങ്കിലും പോയതാണെങ്കിൽ എന്തെടുക്കാനപ്പോൾ വന്നത് എന്നുള്ള ഓർമ്മയില്ലാതെ നിൽക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ആ ഭക്ഷണം വായിലേക്ക് കൊണ്ടുപോകാതെ ആലോചനാമഗ്നരായിട്ടിരിക്കും. കാരണം നന്ദഗോപർക്കാണെങ്കിൽ ഇഷ്ടം പോലെ അതിനുള്ള എന്താ പറയുക കാരണങ്ങളുണ്ട്.
ഓരോ നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ നന്ദഗോപര് മക്കളെ അടുത്തിരുത്തി അവരുടെ വായിൽ കൊടുത്തിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. എന്തിന് യശോദ പലപ്പോഴും രാമകൃഷ്ണന്മാരെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് തന്നെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടാണ്. നോക്കൂ മക്കളെ, കളി മതിയാക്കി വരൂ, അച്ഛനതാ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് കാത്തിരിക്കുന്നു, നിങ്ങൾ വരാതെ അദ്ദേഹം കഴിക്കില്ലല്ലോ, അതുകൊണ്ട് വേഗം വന്ന് കൈയും കാലും കഴുകി വരൂ, അല്ലെങ്കിൽ കുളിച്ചിട്ട് വരൂ, സ്നാനം കഴിച്ചു വരൂ, കളി മതിയാക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ ഇവർക്ക് നളകൂപര മണിഗ്രീവന്മാർക്ക് കുബേരപുത്രന്മാർക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ആ പ്രായമായിട്ടുള്ള എന്താ പറയുക പഴങ്ങൾ വിൽക്കാൻ വരുന്ന ആ വൃദ്ധയ്ക്ക് രത്നങ്ങൾ കൊടുത്ത് അനുഗ്രഹിച്ച ആ കഥ പറയുന്ന ആ സന്ദർഭത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ കളി മതിയാക്കി വരാതിരിക്കുമ്പോൾ കൂട്ടുകാരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അച്ഛന്റെ പേര് പറഞ്ഞിട്ടാണ് വിളിക്കുക. നോക്കുമക്കളെ, അച്ഛൻ വന്ന് എത്ര നേരമായി, ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കണോ, വേഗം വരൂ വേഗം വരൂ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ അങ്ങനെ ഉള്ള ആ സ്നേഹനിധിയായ നന്ദന് മക്കളെ അടുത്തിരുത്തി ഊട്ടിക്കൊടുത്തുകൊണ്ട് ഊണ് കഴിച്ചിരുന്നതായിട്ടുള്ള നന്ദന് ഓരോ പ്രാവശ്യം ഓരോ ഉരുള വായിലേക്ക് വെക്കുമ്പോഴേക്കും ഓർമ്മ വരാതിരിക്കുമോ? അങ്ങനെ ആലോചിച്ചിരുന്നു പോകും. ഭക്ഷണം കഴിക്കാൻ തന്നെ മറന്നു പോകും, ചിലപ്പോൾ മതിയാക്കിയിട്ട് പോകും, അല്ലേ? അപ്പൊ അങ്ങനെ ഏത് കാര്യത്തിലും കയ്യും കാലും ഓടാതെയായി, മനസ്സ് നിൽക്കാതെയായി. ഇത് തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. പണ്ടേ ഗോപികമാരുടെയും യശോദയുടെയും രോഹിണിയുടെയൊക്കെ മനസ്സ് ഒന്നിലും നിൽക്കാതെ ആക്കിയിട്ടുണ്ട്. അപ്പൊ നന്ദൻ പോലും അത് വാവിട്ട് പറയണു, എന്റെ മനസ്സ് ഒന്നിലും നിൽക്കാതെയായി, എല്ലാം ശിഥിലങ്ങളായി, എൻ്റെ കർമ്മങ്ങളൊക്കെ മനസ്സിരുത്താൻ പറ്റുന്നില്ല. അതെ, അങ്ങനെയൊക്കെ ആയാലാ നിവൃത്തി മാർഗത്തിലേക്ക് തിരിയാൻ പറ്റുക, അല്ലേ? ഇപ്പൊ ഭഗവാൻ എല്ലാരെയും പതുക്കെ നിവൃത്തി മാർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഭഗവാന്റെ ഈ ലീല. ശ്രീകൃഷ്ണ ലീല തന്നെ എല്ലാവർക്കും മോക്ഷം കൊടുക്കാനുള്ള ലീലയാണ്. അപ്പൊ എന്തായാലും നന്ദൻ തന്നെ അത് വാവിട്ട് പറയണ്, ഒരു കാര്യവും ചെയ്യാൻ കയ്യും കാലും ഓടുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിനാണ് സർവാഹ നഹ ശിഥിലാഹ ക്രിയാഹ. ഞങ്ങളുടെ ക്രിയകളെല്ലാം ശിഥിലങ്ങളായി പോയി, മനസ്സ് നിൽക്കാൻ പറ്റുന്നില്ല. ഇല്ല, സരിശൈലവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാൻ ഇക്ഷമാണാനാം മനോയാതി തദാത്മതാം. സരിശൈലവനോദ്ദേശാൻ മുകുന്ദപദഭൂഷിതാൻ ആക്രീഡാൻ ഇക്ഷമാണാനാം മനോയാതി തദാത്മതാം. നന്ദഗോപർ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുന്നു, മുകുന്ദ പദഭൂഷിതാൻ സരിച്ഛൈല വനോദ്ദേശാൻ ആക്രീഡാനി ഈക്ഷമാണാനാം മനഃ തദാത്മതാം യാതി. ഇപ്പൊ കൃഷ്ണൻ എവിടെയൊക്കെ ഓടി നടന്ന് കളിച്ചിരുന്നുവോ ആ കൃഷ്ണന്റെ ക്രീഡാസ്ഥാനങ്ങളൊക്കെ കാണുന്നവരുടെ മനസ്സ് അതുമായി താദാത്മ്യം പ്രാപിച്ച് എല്ലാം മറക്കുന്നു. അതാണ് മുകുന്ദ പദഭൂഷിതാൻ. മുകുന്ദന്റെ ഭഗവാന്റെ പാദങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സരിത് ശൈല വനോദ്ദേശാൻ. സരിത്തുക്കൾ, ഇവിടെ ജലാശയങ്ങളുണ്ട്, ശൈലങ്ങൾ ഗോവർദ്ധനം മുതലായ പർവ്വതങ്ങളുണ്ട്, വനങ്ങളുണ്ട്, ഉയർന്ന പ്രദേശങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദേശങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ പാദങ്ങളാൽ അലങ്കരിക്കപ്പെട്ട, ഭഗവാന്റെ പാദസ്പർശമേൽക്കാത്ത ഒരു തുള്ളി മണ്ണില്ല അവിടെ. ഗോകുലത്തിൽ ഭഗവാൻ ഓടി നടക്കാത്ത സ്ഥലങ്ങളില്ല. അങ്ങനെയുള്ള ആ ക്രീഡാനി, ഭഗവാന്റെ ക്രീഡാസ്ഥാനങ്ങള്, ഇതെല്ലാം ഈക്ഷമാണാനാം മനഃ, കാണുന്നവരുടെ മനസ്സ് തദാത്മതാം യാതി, ആ തന്മയീ ഭാവത്തെ പ്രാപിക്കുന്നു. ഭഗവാൻ ഏതേത് ലീലകൾ ഏതേത് സ്ഥാനത്ത് ചെയ്തുവോ അതിനെ സ്മരിക്കുന്നു. അത് സ്മരിച്ച് അങ്ങനെ കൃഷ്ണനിലേക്ക് പോകുകയാണ് മനസ്സ്. അതല്ലേ വേണ്ടത്, അല്ലേ? അതല്ലേ ഭാഗ്യം. നമുക്കൊക്കെ സാധിക്കേണ്ടത് അതാണ്. ഇവർക്ക് പക്ഷേ ഭഗവാൻ
പ്രത്യക്ഷനായി കൂടെ ഇരുന്നത് കൊണ്ടാണ് അതൊരു നഷ്ടബോധമായിട്ട് തോന്നുന്നത്. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഇതാണ് വേണ്ടത്. എവിടെ എന്ത് തിരിഞ്ഞാലും എന്ത് കണ്ടാലും കൃഷ്ണസ്മരണ വരണം. ഭഗവാനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ ഭാഗ്യം. അപ്പൊ ഭഗവാൻ ഇവരെയൊക്കെ അങ്ങനെ തന്നെ തന്നെ സ്മരിക്കുന്നവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ സ്ഥലത്തും ഓരോ ലീലകൾ ചെയ്തത്. എല്ലായിടത്തും ഭഗവാൻ തന്റെ പാദം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും എന്തെങ്കിലും കളികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെ പോയാലും വൃന്ദാവനത്തില് കൃഷ്ണസ്മരണ വരാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, നിരോധം. അല്ലേ? മനസ്സിനെ ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നിരോധിക്കുക. ചിത്തവൃത്തി നിരോധ. എന്നിട്ട് ഭഗവാനിലേക്ക് ആ മനസ്സിനെ ഉറപ്പിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഇത്രയും നാടകം മുഴുവൻ നടത്തിയത്. ഭഗവാൻ ഈ 11.5 വർഷം ഇവരുടെ കൂടെ കഴിഞ്ഞ് ലീലകളൊക്കെ ചെയ്തത് അവരുടെ മനസ്സിനെ ഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ ഈശ്വരനായ തന്നിലേക്ക് ഉറപ്പിക്കാനുള്ള ഒരു വേഷം കെട്ടായിരുന്നു ഭഗവാന്റെ. അപ്പൊ അത് ഭഗവാൻ ഉദ്ദേശിച്ച പോലെ ഫലിച്ചു എന്നർത്ഥം. ഇവർക്ക് സങ്കടമായിരിക്കാം. ഇവരുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിച്ചാൽ നമുക്കും സങ്കടം വരും. അയ്യോ പാവങ്ങള് എന്ന് പറഞ്ഞ് സങ്കടം വരും. അല്ലേ? പല പാട്ടുകളും കഥകളും ഒക്കെ പല മഹാത്മാക്കളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ എന്താ പറയുക, യശോദ കൃഷ്ണന്റെ ഓരോ കളിപ്പാട്ടങ്ങള്, വസ്ത്രങ്ങള്, ഓടക്കുഴല്, കൊമ്പ്, കുഴല്, മയിൽപീലി, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ കളിച്ച കുന്നിക്കുരു, മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞ പോലെ ഓരോന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അതിനെയൊക്കെ എന്നും നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് മാറോട് ചേർത്തുകൊണ്ട് ഉറങ്ങുമ്പോൾ കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഓരോന്നും ചെയ്യും. അങ്ങനെ എപ്പോഴും ആ കൃഷ്ണനുമായി ബന്ധപ്പെടാനുള്ള പലതും കൃഷ്ണൻ അവിടെ ഉപേക്ഷിച്ചു പോയി. ഇവിടെ നമ്മുടെ നാട്ടില് ചില അമ്മൂമ്മമാര്, മുത്തശ്ശിമാര്, പേരക്കുട്ടികൾ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ അവരുടെ ഉടുത്ത ഉടുപ്പുകളോ കളിപ്പാട്ടങ്ങളോ ഒക്കെയാണ് അതിന് പകരം ചേർത്ത് പിടിക്കുന്നത്, കെട്ടിപ്പിടിക്കുന്നത്, ഓർമ്മിക്കുന്നത്. അതിന് പകരം ഭഗവാനെ സ്മരിക്കും എല്ലാവരും ഇതുപോലെ. അല്ലേ? പേരക്കുട്ടികൾക്ക് പകരം ഭഗവാനെ സ്മരിക്കും, ഭഗവാന്റെ ഈ കഥകൾ സ്മരിക്കും. പേരക്കുട്ടികളൊക്കെ വലുതായി അവരുടെ പണിയും നോക്കി പോകും, അവരുടെ പാട്ടിന് പോകും. ഭഗവാൻ മാത്രമേ എന്നും ഒരേ പ്രായത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. ഭഗവാൻ മാത്രമാണ് ശാശ്വതനായി നിത്യനായി നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ യശോദ അല്ലെങ്കിൽ നന്ദഗോപരൊക്കെ ചെയ്തതുപോലെ എല്ലാം ഭഗവാനെ സ്മരിപ്പിക്കുന്ന, ഭഗവാനെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാവട്ടെ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ മനസ്സ് കൃഷ്ണസ്വരൂപമായി ഭവിക്കുന്നു, കൃഷ്ണനുമായി താതാത്മ്യം പ്രാപിക്കുന്നു. മനോയാതി തദാത്മതാം മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്തൗ ഇഹ സുരോത്തമൗ സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യദാ. മന്യേ കൃഷ്ണം ച രാമം ച പ്രാപ്തൗ ഇഹ സുരോത്തമൗ സുരാണാം മഹദർത്ഥായ ഗർഗസ്യ വചനം യദാ. കൃഷ്ണം ച രാമം ച സുരാണാം മഹദർത്ഥായ ഇഹ പ്രാപ്തൗ സുരോത്തമൗ ഇതി ഗർഗസ്യ വചനം യദാ മന്യേ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഗർഗവചനങ്ങൾ ഓർമ്മ വരും. ഗർഗൻ നാമകരണ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവര് മുമ്പും പല യുഗങ്ങളിലും അവതരിച്ചവരാണ്, എല്ലാ യുഗങ്ങളിലും അവതരിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ചവരാണ്. ഓരോ വർണ്ണങ്ങളിൽ ഓരോ യുഗങ്ങളിൽ അവതരിച്ചു. ഇപ്പൊ കറുത്ത വർണ്ണത്തിൽ അവതരിച്ചത് കൊണ്ട് ഇവന് കൃഷ്ണൻ എന്ന് പേരിരിക്കട്ടെ. ഇവനെ ആശ്രയിക്കുന്നവർക്ക് ഒരു ഭയവും ഉണ്ടാവില്ല, അവൻ അവരെ രക്ഷിക്കും. ഇവനെ എതിർക്കുന്നവരെയൊക്കെ ഇവൻ ശരിയാക്കും. അതുകൊണ്ട് ഇവനെ സ്നേഹത്തോടെ പരിലാളിച്ചോളൂ. ഇവൻ നാരായണ സമനാണ് ഗുണങ്ങളെ കൊണ്ട് എന്നൊക്കെ ഗർഗൻ പറഞ്ഞ വാക്കുകള്
ഓർത്തുകൊണ്ട് പറയണ്, കൃഷ്ണം ച രാമം ച, ഈ കൃഷ്ണനെയും രാമനെയും സുരാണാം മഹദർത്ഥായ, ദേവന്മാരുടെ കാര്യങ്ങൾക്കായിക്കൊണ്ട്, മഹത്തായ അർത്ഥത്തിനായിക്കൊണ്ട്, പ്രയോജനത്തിനായിക്കൊണ്ട്, ഇഹപ്രാപ്തൗ സുരോത്തമൗ, ഇവിടെ വന്നു ചേർന്നവരായ ദേവോത്തമന്മാരാണ്, ദേവദേവന്മാരാണ് എന്ന് ഗർഗസ്യ വചനം യഥാ മന്യേ. ആ ഗർഗമഹർഷിയുടെ വാക്കുകൾ എന്ന പോലെ അതിനെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും അതിൻ്റെ അർത്ഥം ചിന്തിക്കുന്നത്. അന്ന് ഗർഗൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഗൂഢമായിട്ട് പറഞ്ഞു. മുമ്പ് ഇയാൾ വസുദേവന്റെ പുത്രനായി ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വാസുദേവൻ എന്ന പേരിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഞാൻ ധരിച്ചത് പാവം വസുദേവരുടെ ഏതോ ഒരു പുത്രനായി ജനിച്ചു, കംസനാൽ കൊല്ലപ്പെട്ടു, ഇപ്പൊ വീണ്ടും എന്റെ മകനായിട്ട് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. വസുദേവരുടെ മകൻ തന്നെയാണ് ഇവൻ. ഇപ്പൊ അങ്ങയുടെ മകനായിട്ട് അങ്ങ് വളർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പൊ അങ്ങയുടെ കയ്യിലിരിക്കുന്നു എന്ന് ആണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പലതും അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്, ഗർഗ മഹർഷി പറയാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇപ്പൊ ഞാൻ ഓർക്കുന്നു. ആ ഗർഗവചനം പോലെ തന്നെ രാമകൃഷ്ണന്മാർ ദേവോത്തമന്മാരാണെന്ന് ഞാൻ കരുതുന്നു എന്ന് രാമകൃഷ്ണന്മാരുടെ തത്വം, രഹസ്യം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. കംസം നാഗായുധപ്രാണം മല്ലൗ ഗജപതിം തഥാ അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാദിഭഃ. കംസം നാഗായുധപ്രാണം മല്ലൗ ഗജപതിം തഥാ അവധിഷ്ഠാം ലീലയൈവ പശൂനിവ മൃഗാദിഭഃ. ആരെയൊക്കെയാണ് ഭഗവാൻ കൊന്നത്? നാഗായുധപ്രാണം കംസം. നാഗായുധം, നാഗം ആന, ആയുധം 10,000. അപ്പൊ 10,000 ആനയുടെ പ്രാണശക്തി, ബലം, 10,000 ആനയുടെ ശക്തിയുള്ളവനായിരിക്കുന്ന കംസനെയും മല്ലൗ, ആ ചാണൂര മുഷ്ടികന്മാരെന്ന 2 മല്ലന്മാരെയും, തഥാ ഗജപതിം, അതുപോലെ ആ ഗജശ്രേഷ്ഠനായ കുവലയാപീഠത്തെയും, മൃഗാധിപഃ പശൂനിവ ലീലയായേവ അവധിഷ്ഠാം, മൃഗാധിപനായ സിംഹം മറ്റ് മൃഗങ്ങളെ, മാനുകളെയും മറ്റൊക്കെ കൊല്ലുന്നത് പോലെ, മൃഗങ്ങളെ, പശുക്കളെ കൊല്ലുന്നത് പോലെ ലീലയായേവ അവധിഷ്ഠാം, കളിയായിട്ട് വധിച്ചു കളഞ്ഞുവല്ലോ. അവധിഷ്ഠാം എന്നുള്ളത് 2 പേര് ചേർന്ന്, ബലരാമ കൃഷ്ണന്മാർ 2 പേരും കൂടി വധിച്ചു കളഞ്ഞു എന്നുള്ള ദ്വിവചന ശബ്ദമാണ് അവധിഷ്ഠാം. അപ്പോ രാമനും കൃഷ്ണനും 2 പേരും മോശക്കാരല്ല. അവര് ഇത്രയും ഗംഭീരന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ വധിച്ചവരാണ് ലീലയായിട്ട്, അതും പ്രയാസമില്ലാതെ അനായാസേന. 10,000 ആനയുടെ ശക്തിയുള്ള കംസനെയും ശക്തന്മാരായ കാണൂര മുഷ്ടികന്മാർ മുതലായവരെയും വലയാപീഠമെന്ന ആനയെയും, എന്താ പറയുക, അത് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തന്നൂലോ ഇവര് സാധാരണ മനുഷ്യരല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗർഗൻ പറഞ്ഞത് ഓർക്കുന്നു, അത് സത്യമാണെന്നിപ്പോ മനസ്സിലാക്കുന്നു. താലത്രയം മഹാസാരം ധനുർയഷ്ടിം ഇവേ ബരാട് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹം അദധാഗിരിം. താലത്രയം മഹാസാരം ധനുർയഷ്ടിം ഇവേ ഭരാട് ബഭഞ്ജൈകേന ഹസ്തേന സപ്താഹമദധാഗിരിം. ആ ധനുർയാഗത്തിന് വെച്ച മഹാവില്ലിനെ എത്ര അനായാസമായിട്ട് ആന കരിമ്പിൻ തണ്ട് ഒടിക്കും പോലെ ഒളിച്ചു കളഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്. താലത്രയം മഹാസാരം ധനുഹു. ധനുഹു വില്ല്, ആ വില്ലിനെ വിശേഷിപ്പിച്ചതാണ് മഹാസാരം, വലിയ ബലമുള്ളത്. താലത്രയം, താലത്രയം എന്ന് പറഞ്ഞാൽ 3 താലവൃക്ഷങ്ങൾക്ക് സമാനം, 3 പനകളുടെ നീളമുള്ളത് എന്നൊക്കെ അർത്ഥം.
3 പനകളോളം വണ്ണമോ നീളമോ ഒക്കെയുള്ള ഭാരമോ ഒക്കെ ഉള്ളതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ളത്. അതിന് പണ്ടത്തെ കണക്കുകളൊക്കെ ഉണ്ട്. 300 കൈ നീളമുള്ളത് ഒരു പന എന്ന് പറയുന്നത് പനപ്രമാണം. അങ്ങനെ 3 പനകളുടെ പ്രമാണമുള്ളതാണ്. ഇരുമ്പ് പോലെ സാരമേറിയതുമാണ് ഈ വില്ല്, ഈ ധനുസ്. അതിനെ എങ്ങനെ ഇവരാട് യഷ്ടിം ഇവരാട് ഗജരാജാവ്, ഒരു ഗജോത്തമൻ എങ്ങനെയാണോ യഷ്ടി ഒരു വടിയെ അല്ലെങ്കിൽ ഒരു കരിമ്പിൻ തണ്ടിനെയൊക്കെ ഒടിച്ചു കളയുന്നത്, ബഭഞ്ച അതുപോലെ ഭഞ്ചിച്ചു കളഞ്ഞു. ഏകേന ഹസ്തേന ഗിരിം സപ്താഹം അതദാത്. അത് മാത്രമല്ല, ഞങ്ങളൊക്കെ നേരിൽ കണ്ടതാണല്ലോ. ഏകേന ഹസ്തേന ഒറ്റ കൈകൊണ്ട്, അതിൽ ഒറ്റ വിരൽ കൊണ്ട് ആ ഗോവർദ്ധനഗിരിയെ സപ്താഹം അതദാത് 7 ദിവസം ധരിച്ചുവല്ലോ. അപ്പൊ അത് ആർക്കാ സാധിക്കുക? ഈ ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം ധരിച്ചു നിൽക്കുക എന്നുള്ളത് ഒറ്റ കൈകൊണ്ട് അതാർക്കും സാധിക്കുന്നതല്ല. അതുകൊണ്ട് ഈ രാമകൃഷ്ണന്മാർ പുരാണ പുരുഷന്മാർ തന്നെ, ദേവാദിദേവന്മാർ തന്നെ എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ തന്നെയാ കരുതേണ്ടത്. അതിന് തന്നെയാ ഭഗവാന്റെ ലീലകളൊക്കെ, അല്ലേ? പ്രലംബോ ധേനുഗോ അരിഷ്ടഃ തൃണാവർത്തോ ഭഗാദയഃ ദൈത്യാസുരാസുരജിതോ ഹതായേനേഹ ലീലയാ. പ്രലംബോ ധേനുഗോരിഷ്ടഃ തൃണാവർത്തോ ഭഗാദയഃ ദൈത്യാസുരാസുരജിതോ ഹതായേനേഹ ലീലയാ. സുരാസുരജിതഃ പ്രലംബഃ ധേനുഗഃ അരിഷ്ടഃ തൃണാവർത്തഃ ഭഗാദയഃ ദൈത്യാഃ ഏന ലീലയാ ഹതാഃ. ഏന കൃഷ്ണേന ലീലയാഹതാഹ, കളിയായിട്ടാണ് കൊല്ലപ്പെട്ടത്. ആരൊക്കെ? ദേവന്മാരെയും അസുരന്മാരെയും ഒക്കെ ജയിക്കുന്നവര്. സുരാസുരജിത, സുരാസുരജിത്തുക്കളാണ് അവർ ഓരോരുത്തരും. ആരൊക്കെ? പ്രലംബ, പ്രലംബാസുരൻ, മല്ലയുദ്ധത്തിൽ ബലരാമനാൽ കൊല്ലപ്പെട്ട പ്രലംബാസുരൻ. ധേനുക, ആ കഴുതയുടെ രൂപത്തിലുണ്ടായിരുന്ന അസുരൻ ധേനുകാസുരൻ. അരിഷ്ട, അരിഷ്ടാസുരൻ. തൃണാവർത്ത, തൃണാവർത്തൻ എന്ന ചുഴലിക്കാറ്റായി വന്നവൻ. ഭഗാദയ, ഭഗൻ മുതലായ ഭഗാസുരൻ, അഘാസുരൻ മുതലായിട്ടുള്ള അസുരന്മാര്. ദൈത്യാഹ, ആ ദൈത്യന്മാര്. ഏന ലീലയാഹതാഹ, ഏതൊരുവനാൽ കളിയായിട്ട് കൊല്ലപ്പെട്ടുവോ ആ കൃഷ്ണനെ ഗർഗസ്യ വചനം യഥാ സുരോത്തമൗ ഇഹ പ്രാപ്തൗ ഇതി മന്യേ. ഗർഗവചനം ഓർത്തുകൊണ്ട് ദേവോത്തമന്മാർ ഈ ഭൂമിയിൽ പ്രാപിച്ചവരാണ്, അവതരിച്ചവരാണ് എന്ന് ഞാൻ കരുതുന്നു എന്ന് രാമകൃഷ്ണന്മാരുടെ മഹിമയെ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. ശ്രീശുക ഉവാച ഇതി സംസ്മൃത്യ സംസ്മൃത്യ നന്ദഃ കൃഷ്ണാനുരക്തധീഃ അത്യുൽകണ്ഠോ ഭവത്തൂഷ്ണീം പ്രേമപ്രസരദിഹ്വലഃ. ശ്രീശുക ഉവാച ഇതി സംസ്മൃത്യ സംസ്മൃത്യ നന്ദഃ കൃഷ്ണാനുരക്തധീഃ അത്യുൽകണ്ഠോ ഭവത്തൂഷ്ണീം പ്രേമപ്രസരവിഹ്വലഃ. ശുകബ്രഹ്മർഷി ഇപ്രകാരം തുടരുന്നു. ഇതുവരെ നന്ദന്റെ വാക്കുകളാണ് പറഞ്ഞത്. ഇനി കഥ തുടരുകയാണ്. ഇതി സംസ്മൃത്യ സംസ്മൃത്യ, ഇങ്ങനെ ഭഗവാനെ തന്നെ കൃഷ്ണരാമന്മാരെ സ്മരിച്ചുകൊണ്ട്, വീണ്ടും വീണ്ടും സ്മരിച്ചുകൊണ്ട്, കൃഷ്ണ അനുരക്തദീഹി, കൃഷ്ണനിൽ വല്ലാതെ അനുരാഗമുള്ള അന്ധകരണത്തോടു കൂടിയവനായിട്ട്, കൃഷ്ണനെ വല്ലാതെ സ്നേഹത്തോടുകൂടി തന്മയീഭാവം പ്രാപിച്ച മനസ്സോടു കൂടിയവനായിട്ട്, പ്രേമപ്രസര വിഹ്വലഃ, ആ പ്രേമത്തിന്റെ പ്രസരണം, വ്യാപ്തി, അതുകൊണ്ട് വിഹ്വലഃ പരവശഃ, പ്രേമാധിക്യം കൊണ്ട് ഇമോഷണൽ ഇതായിട്ടാകെ പരവശനായിരിക്കുകയാണ് ആ നന്ദഃ. അത്യുൽകണ്ഠഃ തൂഷ്ണീം അഭവത്, അതിയായ ഉത്കണ്ഠയോടുകൂടെ ആ രാമകൃഷ്ണന്മാരെ ചിന്തിച്ച് ഇനിയും അവരിങ്ങോട്ട് വരുമോ, കാണാൻ കഴിയുമോ, തങ്ങളെ ഇനിയും അനുഗ്രഹിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടെ തൂഷ്ണീം അഭവത്, മിണ്ടാതിരുന്നു. പിന്നെ കുറെ പറഞ്ഞ ശേഷം ശാന്തനായി. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാസ്രാക്ഷീത് സ്നേഹസ്നുതപയോധരാ. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്ത്യശ്രൂണ്യവാസ്രാക്ഷീത് സ്നേഹസ്നുതപയോധരാ.
വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ശൃണ്വന്തി യശോദ സ്നേഹസ്മൃത പയോദരാ അശ്രൂണി അവാസ്രാക്ഷീത്. അപ്പൊ ഇവിടെ യശോദയ്ക്ക് സ്വയമൊന്നും പറയാനുള്ള ശക്തിയില്ല. ഇവിടെ നന്ദഗോപരുടെ അടുത്ത് നിന്ന് നന്ദഗോപർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. ഭഗവാന്റെ ലീലകളെയൊക്കെ നന്ദഗോപർ എണ്ണി 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 പറഞ്ഞു. അതാണ് വർണ്യമാനാനി പുത്രസ്യ ചരിതാനി ശൃണ്വന്തി. നന്ദേന വർണ്യമാനാനി നന്ദഗോപരാൽ വർണ്ണിക്കപ്പെടുന്നതായിട്ടുള്ള പുത്രസ്യ ചരിതാനി, തന്റെ പ്രിയപുത്രനായ കൃഷ്ണന്റെ ചരിതങ്ങൾ ശൃണ്വന്തി അടുത്തിരുന്ന് കേൾക്കുകയാണ്. ഓരോന്ന് കേൾക്കുമ്പോഴും ആ സ്മരണകൾ തികട്ടി വന്ന് യശോദ പരവശയായി പോകും. അങ്ങനെയുള്ള ശൃണ്വന്തി യശോദ സ്നേഹസ്നുതപയോധര. പ്രായമൊക്കെ കുറച്ചായിട്ടുണ്ടെങ്കിലും സ്നേഹം കൊണ്ട് സ്രവിക്കുന്ന മുലകളോട് കൂടിയവളായി, പയോധരങ്ങൾ സ്നുതങ്ങളായി. അപ്പോ ആ മാതൃവാത്സല്യം ചുരക്കുന്നു എന്ന് പറയാം. മകന്റെ കാര്യങ്ങൾ ഓർക്കും തോറും, കൃഷ്ണനെ ഓർക്കും തോറും ആ അമ്മയുടെ സ്ഥലങ്ങൾ ചുരക്കാൻ തുടങ്ങി. അങ്ങനെ സ്നേഹസ്നുത പയോധരയായി അശ്രൂണി അവാസ്രാക്ഷീത്, അശ്രുക്കളെ ധാരധാരയായിട്ട് താഴോട്ട് വർഷിച്ചു എന്നർത്ഥം. കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഒന്നും പറയാൻ ശക്തിയില്ല ആർക്ക്? പാവം യശോദയ്ക്ക്. ഈ നന്ദൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് 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 ഉള്ള് അലിയുകയാണ്. ആ ഉള്ള അലിയുന്നതാണ് കണ്ണിലൂടെയും സ്തനത്തിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. കൃഷ്ണൻ എന്ന് സ്മരിക്കുമ്പോഴേക്കും യശോദയുടെ ഹൃദയം അലിഞ്ഞു പോകുന്നു. ആ സ്മരണ, ഉള്ളിലുണ്ടാകുന്ന ആ നിറവ്, അതുപോലെ വികാരാധിക്യം, ഇതെല്ലാറ്റിൻ്റെയും പ്രകടമായിട്ട് കവിഞ്ഞൊഴുകുന്നതാണ് കണ്ണിലൂടെയും സ്തന്യത്തിലൂടെയും സ്ഥലങ്ങളിലൂടെയും എന്നർത്ഥം. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദം ആഹ ഉദ്ധവോ മുദാം. തയോരിത്തം ഭഗവതി കൃഷ്ണേ നന്ദയശോദയോ വീക്ഷ്യാനുരാഗം പരമം നന്ദമാഹ ഉദ്ധവോ മുദാം. തയോഹോ നന്ദയശോദയോഹോ, ആ നന്ദയശോദമാർ രണ്ടുപേരും ഇത്തം ഭഗവതി കൃഷ്ണേ പരമം അനുരാഗം വീക്ഷ്യ, ഇപ്രകാരമുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ നേർക്ക്, കൃഷ്ണന്റെ നേർക്കുള്ളതായിട്ടുള്ള പരമമായ അനുരാഗത്തെ കണ്ടിട്ട് ഈ അച്ഛനമ്മമാര് നന്ദന്റെയും യശോദയുടെയും കൃഷ്ണന്റെ നേർക്കുള്ളതായിട്ടുള്ള അതിയായ അനുരാഗത്തെ, സ്നേഹ ആ ബന്ധത്തെ വീക്ഷ്യ കണ്ടിട്ട് ഉദ്ധവ മുദാ നന്ദം മാഹ. ഉദ്ധവന് ഇത് കാണുമ്പോൾ ആ കൃഷ്ണന്റെ മാഹാത്മ്യവും അല്ലെ ഇവർ തമ്മിലുള്ള സ്നേഹവുമൊക്കെ കണ്ട് മോദമാണുണ്ടാകുന്നത് എന്നറിയാം. അങ്ങനെ മോദത്തോടെ സന്തോഷത്തോടെ നന്ദം ആഹ, അവരെ ആശ്വസിപ്പിക്കാനും കൂടിയാണ് ഈ മോദത്തിന്റെ പ്രകടനം. കാരണം നിങ്ങൾ ഇത്രയും വിവശരാവേണ്ട കാര്യമില്ല, ഇത്രയും ആൻഷ്യസ് ആവേണ്ട കാര്യമില്ല, രാമകൃഷ്ണന്മാർ വരും, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ വരും എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് ഉദ്ധവനും കരഞ്ഞാലോ, ഇനി കൃഷ്ണൻ വരികയില്ല എന്നുള്ളത് അവർക്ക് തീരുമാനമാവും. അപ്പൊ ഉദ്ധവനും അറിയൊന്നുമില്ല ഭഗവാൻ വരുമോ ഇല്ല എന്നുള്ളത് ഭഗവാന്റെ കയ്യിലായിരിക്കുന്നത്. ഭഗവാൻ വരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പൊ അതേ വേണ്ടു. അപ്പൊ അത് വളരെ ബുദ്ധിപൂർവം ചെയ്യണം. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അങ്ങ് കരയൊന്നും വേണ്ട, വിഷമിക്കൊന്നും വേണ്ട എന്നുള്ള മട്ടില് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ആ നന്ദനോട് ഉദ്ധവൻ പറയുകയാണ്. ഉദ്ധവ ഉവാച യുവാം ശ്ലാഘ്യതമൗ നൂനം ദേഹിനാം ഇഹമാനദ നാരായണേ അഖില ഗുരൗ യത്കൃതാമതിരീദൃശീ. ഉദ്ധവ ഉവാച യുവാം ശ്ലാഘ്യതമൗ നൂനം ദേഹിനാമിഹ മാനദ നാരായണേ അഖില ഗുരൗ യത്കൃതാമതിരീദൃശീ. അപ്പൊ ഇവിടെ ഉദ്ധവൻ അവതരിപ്പിക്കുന്നത് തന്നെ കൃഷ്ണൻ
വാസ്തവത്തിൽ നിങ്ങളുടെ മകനൊന്നുമല്ല, പിന്നെ ആരാ? സാക്ഷാൽ അഖില ഗുരുവായ നാരായണനാണ്. എല്ലാറ്റിൻ്റെയും പരമകാരണഭൂതനായ ഈശ്വരനാണ്, പരബ്രഹ്മമാണ് എന്നൊക്കെ ഭഗവാന്റെ ആ തത്വത്തെയാണ് ആദ്യം ഉദ്ധവൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. വാസ്തവത്തില് ഈ രാമകൃഷ്ണന്മാർ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കളായിട്ട് കരുതണ്ട. എല്ലാ ഈ ജഗത്തിന് മുഴുവൻ മാതാപിതാക്കളാണ് അവര്, പിതാമഹന്മാരാണ്, ഗുരുക്കന്മാരാണ്, എല്ലാമാണ്. അതുകൊണ്ട് അവര് നിങ്ങൾക്ക് മക്കളായിട്ട് കുറച്ചു കാലം നിങ്ങൾക്ക് ലാളിക്കാൻ അവസരം തന്നു. അത് അവരുടെ കാരുണ്യമാണ്, നിങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങൾ അതിന് യോഗ്യരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഭാഗ്യം ലഭിച്ചത്. അപ്പൊ ബാക്കി ഈ ലോകത്തിലുള്ള എല്ലാവരെക്കാളും ഏറ്റവും ഭാഗ്യവാനും ഭാഗ്യവതിയും ഈ നന്ദനും യശോദയുമാണ് എന്ന കാര്യത്തെ അവർക്ക് നേരിൽ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലേ? സാക്ഷാൽ ബ്രഹ്മദേവൻ പോലും പറഞ്ഞത് അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ആ ബ്രഹ്മദേവൻ പോലും നന്ദഗോപന്റെയും അദ്ദേഹത്തിന്റെ പ്രജവാസികളുടെയും ഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ പൂർണ്ണം ബ്രഹ്മ സനാതനം, ആ പരബ്രഹ്മ തത്വം മിത്രമായും പുത്രനായും ഒക്കെ ഇവിടെ വന്ന് ലീല ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടിയ നിങ്ങൾ വാസ്തവത്തിൽ കരയുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയാണ്. നിങ്ങളാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ധന്യാത്മാക്കൾ, ദ മോസ്റ്റ് പ്രിവിലേജ്ഡ് പീപ്പിൾ. അതുകൊണ്ട് ആശ്വസിക്കൂ, കരയരുത്. ഭഗവാനെ നിങ്ങൾ അങ്ങനെ ചെറുതായി കാണരുത്. എപ്പോഴും നിങ്ങളുടെ കൂടെ കളിക്കാനുള്ള കളിക്കുട്ടിയായിട്ട് കിട്ടണമെന്ന് വാശി പിടിക്കരുത്. ഭഗവാൻ വന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ദൗത്യം ഭഗവാന്റെ അവതാരത്തിന്. അപ്പൊ അതിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കരുണ കൊണ്ടാണ് ഈ 11.5 വർഷം നിങ്ങളുടെ കൂടെ കഴിഞ്ഞത്. അപ്പൊ അതിൽ കിട്ടിയ അനുഗ്രഹത്തെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ധന്യരായി കരുതുക, വിഷമം ഇല്ലാതിരിക്കുക. ഇത് പറയാൻ തുടങ്ങുകയാണ്. യുവാം ശ്ലാഘ്യതമൗ നൂനം ദേഹിനാമിഹ മാനദ. ഹേ മാനദ, എല്ലാവരെയും ബഹുമാനിക്കുന്നവനേ എന്നർത്ഥം. നന്ദന്റെ സ്വഭാവമാണ് എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരോടും വിനയത്തോടുകൂടി പെരുമാറുക. മാനം ദദാതീതി മാനദ, എല്ലാവരെയും പൂജിക്കുന്ന സ്വഭാവമാണ്. അപ്പൊ അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഇഹ ദേഹിനാം യുവാം ശ്ലാഘ്യതമൗ. ഇവിടെ ദേഹികളുടെ മധ്യത്തിൽ, ദേഹമെടുത്തിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരുടെ മധ്യത്തിൽ വെച്ച് യുവാം, നിങ്ങൾ രണ്ടുപേരുമാണ് ശ്ലാഘ്യതമൗ, അത്യന്തം പ്രശംസനീയർ, അത്യന്തം ഭാഗ്യവാന്മാർ, ധന്യർ നിങ്ങളാണ്. നിങ്ങളെപ്പോലെ സുഹൃതികൾ ഈ ലോകത്തിൽ മറ്റൊരാളില്ല. നൂനം, ഉറപ്പാണ്. യത് എന്തെന്നാൽ നാരായണേ അഖിലഗുരൗ ഈദൃശീ മതിഹീകൃത. അഖിലഗുരു, എല്ലാറ്റിലും വലിയവനായ നാരായണനിൽ, സകല ഗുരുവായിരിക്കുന്ന നാരായണനിൽ ഈ ദൃശി മതിഹി കൃത, ഇപ്രകാരം നിങ്ങൾ ബുദ്ധിയെ വെച്ചിരിക്കുന്നുവല്ലോ. ഒരിക്കലും ഒരു നിമിഷം പോലും മറക്കാതെ എപ്പോഴും ആ ഭഗവാനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയത് ആ ഭഗവാൻ നിങ്ങളുടെ മകനെ പോലെ ഇത്രയും കാലം ലീല ചെയ്തത് കൊണ്ടാണ്. വേറൊരാൾക്കും ഭഗവാനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കാനാവില്ല. ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കാതെ ഇരിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾക്കത് സാധിച്ചു. എങ്ങനെ? നിങ്ങൾക്ക് നിങ്ങളുടെ പുത്രനായി വാത്സല്യത്തോടുകൂടി നിങ്ങളാൽ ലാളിക്കപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ കവർന്നുകൊണ്ട് ഒരുപാട് ലീലകൾ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ മതിച്ച് അപഹരിച്ചു കൊണ്ടുപോയി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ ഭാഗ്യം? ഈ ഭാഗ്യമാണ് സാധിക്കേണ്ടത്.
അപ്പൊ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുന്ന, ഭഗവാനിൽ, നാരായണനിൽ, അഖില ഗുരുവായ ഭഗവാനിൽ ഈ ദൃശി മതിഹി കൃത, ഇങ്ങനെ നിങ്ങളുടെ മനസ്സുറച്ചിരിക്കുന്നുവല്ലോ. ഇതൊരു എന്താ പറയുക, യോഗികൾക്ക് കിട്ടുന്ന സമാധിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന മട്ടിലാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ വാസ്തവത്തിൽ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ തത്വത്തെ ഇനി പറയാൻ ആരംഭിക്കുന്നു നമ്മുടെ ഉദ്ധവർ. നമുക്ക് നാളെ രാവിലെ നോക്കാം ആരാണ് ഈ കൃഷ്ണൻ. അപ്പൊ നമ്മുടെ ഗർഗൻ സൂചിപ്പിച്ചതിനെ ഉദ്ധവൻ പ്രകാശിപ്പിക്കുകയാണ്, കൂടുതൽ വ്യക്തമാക്കുകയാണ്. ഇതിനി ഇവരുടെ മനസ്സിലിട്ട് ഇവരിങ്ങനെ മനനം ചെയ്യണം, അത് ഉറപ്പിക്കണം. മുമ്പ് തന്നെ അവർക്ക് അനുഭവമുണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളത്. ഇനിയും ഈ ഉദ്ധവൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉള്ളിലിട്ട് അവരിങ്ങനെ മനനം ചെയ്ത് കൃഷ്ണതത്വം ഉണരുന്നവരായി കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവായും ഈ മുമ്പിൽ കാണുന്ന സകല ചരാചരങ്ങളായും എല്ലാമായിരിക്കുന്നത് ആ കൃഷ്ണൻ തന്നെയാണെന്നുള്ളതായിട്ടുള്ള ഒരറിവ് അവരിൽ ഉറയ്ക്കാനാണ് ഈ ഉദ്ധവന്റെ വാക്കുകൾ. അപ്പോൾ ഉദ്ധവൻ ഒരു ഗുരു ആയിട്ടാണ് ഇവിടെ നന്ദനും യശോദയ്ക്കും മുമ്പിൽ ഇരിക്കുന്നത്. നമുക്ക് നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ കാണാം.